എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങനെ. हमारे साहब यहाँ हमारे केरला के जो मुस्लिम लीग लोग हैं ये हमारे साथ പ്രിയമുള്ള UDF-ന്റെ പ്രവർത്തകരെ, നമ്മുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ഇവിടെ കടന്നു വരുന്നതിന് വേണ്ടി എല്ലാവരും വഴിയൊരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രവർത്തകർ കൈകൾ ചേർത്ത് പിടിച്ച് വഴിയൊരുക്കി, പ്രത്യേകിച്ചും വൈറ്റ് ഗാർഡ് അതിന് നേതൃത്വം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഇന്ന് താനൂർ നഗരത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര അതിവിപുലമായ വളരെ ഗംഭീരമായ ഒരു റോഡ് ഷോ ആണ് യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഇവിടെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നഗരം വീർപ്പുമുട്ടലിലാണ്. ഈ നഗരി ഒന്നും തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര വിപുലമായ ജനസാഗരമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഹലോ 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 കത്വായിലെ 8 വയസ്സുള്ള മോളുടെ നിലവിളി ആദ്യം ഏറ്റെടുത്ത് ലോക ശ്രദ്ധയിലെത്തിച്ച ദീപിക സിംഗ് രജാവത്ത്. ഹലോ ഹലോ കത്വയിലെ 8 വയസ്സുള്ള മോളുടെ നിലവിളി ആദ്യം ഏറ്റെടുത്ത് ലോകശ്രദ്ധയിൽ എത്തിച്ച ദീപിക സിംഗ് രജാവത്ത്. ദീപിക സിംഗ് രജാവത്ത്, ദീപിക സിംഗ് രജാവത്ത്, നവകേരളത്തിന്റെ സമരനായകൻ PK ഫിറോസുമത്ത് ഇതാ താനൂരിന്റെ മണ്ണിൽ, താനൂരിന്റെ പോരാട്ട ഭൂമികയിൽ നിന്നും കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് PK ഫിറോസിനെ തെരഞ്ഞെടുത്തയക്കണമേ എന്ന് പറയാൻ ദീപിക സിംഗ് രജാവത്ത്, ദീപിക സിംഗ് രജാവത്ത്, ദീപിക സിംഗ് രജാവത്ത്. പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ റാലി ഈ ഗ്രൗണ്ടിലേക്ക് പരിപൂർണമായും പ്രവേശിച്ചിട്ടില്ല. ആ വഴിയിൽ നിൽക്കുന്ന ആളുകൾ, റാലിയിലെ അംഗങ്ങൾക്ക് ഈ ഗ്രൗണ്ടിലേക്ക് കടന്നു വരുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്ന് ഈ റോഡ് ഷോയിലെ റാലി പൂർണ്ണമായും ഈ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ടില്ല. റാലിയിൽ പങ്കെടുത്ത് കടന്നു വരുന്ന ആളുകൾക്ക് ഈ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, ആ റാലിയിൽ കടന്നു വരുന്ന ആളുകൾക്ക് അവർക്ക് ഈ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഗ്രൗണ്ടിൽ കയറിയ ആളുകൾ നമ്മുടെ ഈ സമ്മേളനം ആരംഭിക്കുകയാണ്. വളരെ അച്ചടക്കത്തോടുകൂടി ഇടതുപക്ഷത്തിന്റെ ആളുകൾ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ തൊടുത്തുവിട്ട കള്ളപ്രചരണങ്ങൾക്ക്
ശക്തമായ രീതിയിൽ, യുക്തമായ രീതിയിൽ മറുപടി നൽകാൻ വേണ്ടിയാണ് ഇന്ന് ഈ വേദി ഒരുക്കിയിട്ടുള്ളത്. ഒരു കാര്യം ഞങ്ങൾ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ കൂട്ടം ഒരു PR വർക്കിന്റെയും ശ്രമഫലമായി ഉണ്ടായതല്ല. ഈ കൂട്ടം ഒരുത്തന്നെയും പണം കണ്ടിട്ട് കൂടിയ കൂട്ടമല്ല. ഈ കൂട്ടം ഹരിത രാഷ്ട്രീയത്തിന്റെ ഹരിത പതാക പിടിച്ചുകൊണ്ടും മൂവർണ്ണക്കൊടിയുടെ വക്താക്കളുമാണ് ഈ കൂടിയിരിക്കുന്നത്. ഇത് താനൂരാണ്. ഇത് താനൂരിന്റെ മക്കളാണ്. ഈ ചരിത്രഭൂമിയിൽ സാക്ഷി നിർത്തി പറയട്ടെ, ഈ കൂട്ടം സാക്ഷി. ഈ മണ്ണ് ഞങ്ങൾ പിടിച്ചെടുക്കും. ഈ മണ്ണ് ഞങ്ങൾ പിടിച്ചെടുക്കും. ഒരു PR വർക്കിന്റെയും ശ്രമഫലമില്ലാതെ, ഒരുത്തന്റെ പണത്തിന്റെ വ്യാമോഹമില്ലാതെ, കഠിനാധ്വാനത്തിലൂടെ ഏത് പണക്കാരന്റെ മുമ്പിലും കാലിക്കീശയുമായി ആദർശ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, നെഞ്ച് പിരിച്ചുകൊണ്ട് ഈ പടനായകൻ PK ഫിറോസ് ഈ മണ്ണിൽ തേരോട്ടം കുറിച്ചിരിക്കും. ഈ മണ്ണ് സാക്ഷി, ഈ ജനം സാക്ഷി, ദൈവം സാക്ഷി. ഉത്ഭുതരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ, താനൂർ നിയോജക മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിയുടെ സാരഥി PK ഫിറോസ് സാഹിബിനെ കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ താനൂർ നിയോജക മണ്ഡലത്തിലെ പടയണി UDYF കമ്മിറ്റി മൂച്ചിക്കലിൽ നിന്ന് പ്രയാണം ആരംഭിച്ചിട്ടുള്ള യുവജന റാലിയാണ് ഇവിടെ സമാപിച്ചിരിക്കുന്നത്. ഈ മണ്ഡലം 5 വർഷം ഞങ്ങൾ കാത്തിരുന്നതായിരുന്നു ഇത് തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളെ വെല്ലുവിളിക്കുന്നവരോട് കത്തുവയിലെ പെൺകുട്ടിക്ക് നീതിക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കടന്നു വന്ന ദീപിക സിംഗ് രജാവത്താണ് ഈ വേദിയിലുള്ളത്. നമ്മുടെ എതിരാളികൾ പ്രചരിപ്പിക്കുന്നത് ഒരു കത്തുവ വെച്ചുകൊണ്ടാണ് ഞങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എങ്കിൽ ഞങ്ങൾ ഇതാ പറയുന്നു, കത്തുവയിൽ കാശ്മീരിലെ മലമടക്കുകളിൽ പോയിക്കൊണ്ട് ആ കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിച്ച PK ഫിറോസ് സാഹിബാണ് ഈ താനൂരിൽ മത്സരിക്കുന്നത്. അറിയുമോ മാർക്സിസ്റ്റ് പാർട്ടിക്കാര, ഈ അഞ്ചുടിയിലെ പ്രിയപ്പെട്ട ഇസ്ഹാക്ക് കൊല്ലപ്പെട്ടിട്ട് ഇന്നുവരെ ആ വീട്ടിലേക്ക് കടന്നു നോക്കാത്ത താനൂരിലെ മാർക്സിസ്റ്റ് MLA നിങ്ങൾ അവസാനത്തെ MLA ആണ് താനൂരിലെ. ഇവിടെ PK ജയിക്കും, താനൂരിനെ PK ഭരിക്കും. താനൂരിലെ യുവതയുടെ അഭിമാനമാണ് PK ഞങ്ങളുടെ ഹൃദയമാണ്, PK ഞങ്ങളുടെ രക്തമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഇതിനെ ഞങ്ങൾ പിടിച്ചടക്കും. ഇത് നിങ്ങളുടെ നോട്ടുകെട്ടിന്റെ പിൻബലത്തിലുള്ള ചെറുപ്പക്കാരല്ല ഇവിടെ കൂടിയിരിക്കുന്നത്. ആദർശ രാഷ്ട്രീയത്തിന്റെ ചുണക്കുട്ടികളാണ്, ആൺകുട്ടികളാണ്. രാഷ്ട്രീയം പണയപ്പെടുത്തുന്നവരല്ല, രാഷ്ട്രീയം നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്ന ആൺകുട്ടികളാണ് ഈ യുവജന റാലി സംഘടിപ്പിച്ചിട്ടുള്ളത്. യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ചെറുപ്പക്കാരാണ് ഇതുവഴിയിലൂടെ കടന്നു വന്നത്. നിങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ടാകാം, നിങ്ങളുടെ നെഞ്ചകം പിളർന്നു പോയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. ഇതൊരു പോരാട്ടമാണ്. 6-ാം തീയതി കഴിഞ്ഞ് മെയ് 2-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ താനൂരിന്റെ പ്രതിനിധി ഞങ്ങളുടെ പ്രിയപ്പെട്ട PK ഫിറോസ് സാഹിബായിരിക്കുമെന്ന് അഭിമാനത്തോടു കൂടി പറയുകയാണ്. ഇവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട് കത്തുവയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറഞ്ഞതെങ്കിൽ ആ കത്തുവയുടെ യാഥാർത്ഥ്യം പറയാൻ ആഷിഫ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നീതിക്ക് വേണ്ടിയിട്ട് ആരും കടന്നു വന്നില്ല. ഇന്ത്യയിൽ എല്ലാവരും ഭയപ്പെട്ടു നിന്ന സമയത്ത്, ഫാസിസത്തിനെതിരെ
പടപൊരുതിക്കൊണ്ട് ആ കേസ് ഞാൻ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ ദീപിക സിംഗ് രജാവത്താണ് ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. ദീപിക സിംഗ് രജാവത്ത് അന്ന് മാധ്യമത്തിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു, എന്റെ മതം ഇന്ത്യയുടെ ഭരണഘടനയാണ്, എന്റെ മതം ഇന്ത്യയുടെ ഭരണഘടനയാണ്, എന്റെ മതം ഹ്യൂമാനിറ്റിയാണ്. മൈ റിലീജൻ ഈസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, മൈ റിലീജൻ ഈസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ധീരമായിട്ട് പ്രഖ്യാപിച്ച പലരും പിന്തുടർന്നു പോയപ്പോ ഫാസിസത്തിനെ ഭയപ്പെട്ടുകൊണ്ട് പിന്തിരിഞ്ഞില്ല. ദീപിക സിംഗ് പറഞ്ഞു, ആ കുടുംബം എന്റെ കുടുംബമാണ്. That family, my family. That is the family of Ashifa, my family. അങ്ങനെ പറഞ്ഞിട്ടുള്ള ദീപിക സിംഗ് ആണ് ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. ഭയപ്പെടുത്തണ്ട, ഭയപ്പെടുത്തണ്ട, ഫാസിസത്തിനെ ഭയപ്പെടുന്നില്ല. ഞാൻ മരിക്കേണ്ടി വന്നാലും ആസിഫയുടെ കുടുംബത്തിന് നീതി വാങ്ങിച്ചിട്ട് അടങ്ങിയിരിക്കൂ എന്ന് പറഞ്ഞ ദീപിക സിംഗ് രജാവത്ത് ഇവിടെയുണ്ട്. MSFന്റെയും യൂത്ത് ലീഗിന്റെയും അഖിലേന്ത്യാ നേതാക്കൾ ഇരിക്കുന്ന വേദിയാണ്. 3000 കിലോമീറ്റർ താണ്ടിക്കൊണ്ടാണ് ആസിഫയുടെ കുടുംബത്തിനെ പോയി കണ്ടത്, അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ഞങ്ങൾ പറയുന്നു, അങ്ങനെയുള്ള ഞങ്ങളെ ഭയപ്പെടുത്തി കള്ളപ്രചരണങ്ങൾ നടത്തി വീടുകൾ ക്യാമ്പയിനുകൾ നടത്തിയിട്ട് അങ്ങനെ തകർക്കാമെന്ന് താനൂരിലെ ജനാധിപത്യ വിശ്വാസികളെ ഇനിയും കബളിപ്പിക്കാമെന്ന് കരുതിയവരോട് ഞങ്ങൾ പറയുകയാണ്, ഇത് നിങ്ങളുടെ അവസാനത്തെ ശ്വാസമാണ്. താനൂരിൽ ഇനി നിങ്ങളില്ല. താനൂരിൽ ഹരിത പതാക പാറും, മൂവർണ്ണ പതാക പാറും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പൊന്നാപുരം കോട്ടയാണ്. ഇത് CH തുടക്കം കുറിച്ച മണ്ണാണ്. ഇത് അഹമ്മദ് സാഹിബ് കടന്നു വന്ന മണ്ണാണ്. CM കുട്ടി സാഹിബും കുട്ടി അഹമ്മദ് കുട്ടി സാഹിബും സീതി ഹാജിയും ഒക്കെ കടന്നുപോയ മണ്ണാണ്. രണ്ടത്താണിയും കുട്ടി അഹമ്മദ് കുട്ടി സാഹിബൊക്കെ കടന്നുപോയ മണ്ണിൽ ഒരു ചെറിയ അബദ്ധം നിങ്ങളുടെ പണാധിപത്യത്തിന്റെ മുമ്പിൽ ജനാധിപത്യ വിശ്വാസികൾക്ക് പറ്റിയിട്ടുണ്ട് എങ്കിൽ നഷ്ടപ്പെട്ടത് ഞങ്ങൾ തിരിച്ചു പിടിക്കും. ആരെ വെച്ചുകൊണ്ട്? കേരള യുവതയുടെ ആവേശമായി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ചെറുപ്പക്കാർക്ക് ആവേശമായ PK വെച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പിടിക്കും. ഞങ്ങളെ ഭയപ്പെടുത്തണ്ട. നിങ്ങൾ പ്രചരിപ്പിക്കുന്നതൊക്കെ അറിയാം. PK കൊണ്ടുവന്ന് താനൂരിൽ നിർത്തിയത് PK ഞങ്ങൾക്ക് വെറും കോഴിക്കോട്ടുള്ള ഒരു മനുഷ്യനല്ല. PK ഞങ്ങളുടെ ചങ്കാണ്, ഞങ്ങളുടെ ഹൃദയമാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇസ്ഹാക്ക് കൊല്ലപ്പെട്ടപ്പോ ഞങ്ങൾക്ക് രക്ഷാകവചമായി താനൂരിന്റെ തീരത്ത് കടന്നു വന്നുകൊണ്ട് ചെറുപ്പക്കാർക്ക് ആവേശം പകർന്ന ഒരു ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് ഇരുത്തേണ്ടവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയ ദേഷ്യം നിങ്ങൾക്കുണ്ടാകാം, പകയുണ്ടാകാം. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ കിടക്കുന്നത് എവിടെയാണ് എന്നറിയാമോ നിങ്ങൾക്ക്? ആ ദേഷ്യമുണ്ടാവാം. കൊച്ചാപ്പാന്റെ മകനെ ഇരുത്തേണ്ടടുത്തിരുത്തിയ PK ഫിറോസാണ് താനൂരിലെ പ്രതിനിധി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉത്ഭുതരായ ജനാധിപത്യ വിശ്വാസികളെ, UDYFന്റെ ഈ ഒരു റാലി എന്ന് പറയുന്നത് ഇത് ജനാധിപത്യത്തിന്റെ ഒരടയാളമാണ്. ഇത് പണാധിപത്യത്തിനെതിരെ ജനാധിപത്യം കൊണ്ട് പോരാടാനുള്ള ഒരു ശക്തിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല, ഇത് തുടരുക തന്നെ ചെയ്യും. ഇവിടുത്തെ പാവങ്ങൾക്ക് നീതി ലഭിക്കാൻ അതിന് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്ന് വളരെ വിനയത്തോടു കൂടി ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. താനൂരിന്റെ പ്രതാപം തിരിച്ചുപിടിക്കാൻ, താനൂരിന്റെ തീരത്ത് സമാധാനം കൊണ്ടുവരാൻ, താനൂരിൽ പണാധിപത്യം അവസാനിപ്പിക്കാൻ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ കോണി അടയാളത്തിൽ രേഖപ്പെടുത്തണമെന്ന് വളരെ വിനയത്തോടുകൂടി ഉത്ഭുതരായ ജനാധിപത്യ വിശ്വാസികളോട് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുന്നത് ദീപിക സിംഗ് രജാവത്താണ്. ദീപിക സിംഗ് രജാവത്ത്, വെൽക്കം ടു ദിസ് പ്രോഗ്രാം. യു ആർ ദി ഇനാഗുറേറ്റർ ഓഫ് ദിസ് പ്രോഗ്രാം. ഹർട്ടി വെൽക്കം ടു ദിസ് ഫംഗ്ഷൻ. അതുപോലെ തന്നെ പ്രിയങ്കരനായ നമ്മുടെ PK ഫിറോസ് സാഹിബ്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ നിന്ന താനൂരിന്റെ അഭിമാനം പ്രിയങ്കരനായ PK ഫിറോസ് സാഹിബിനോട് താനൂരിലെ യുവതയെ സാക്ഷി നിർത്തി ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഞങ്ങളുടെ അഭിമാനമാണ്. കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ നിങ്ങളാണ് താനൂരിനുള്ളത് എന്ന് ഈ യുവത നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ഈ സമ്മേളനത്തിലൂടെ പ്രിയങ്കരനായ ഫിറോസ് സാഹിബിനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒട്ടനവധി നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പ്രിയങ്കരനായ ഷാജി പച്ചേരിയെ
വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയിൽ ചീഫ് ഗസ്റ്റായി വന്നിട്ടുള്ള പ്രിയങ്കരനായ ബൈജു കൊട്ടാരക്കര, അദ്ദേഹത്തിന് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. MSFന്റെ ദേശീയ പ്രസിഡന്റ് പ്രിയങ്കരനായ TP അഷ്റഫ് അലി സാഹിബിനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. താനൂരിൽ പ്രതിസന്ധിയുണ്ടായപ്പോ താനൂരിലെ ജനതക്ക് ഒരു കരുത്തായി ഞങ്ങളുടെ കൂടെ നിന്ന പ്രിയങ്കരനായ താനൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് KN മുത്തുക്കോയ തങ്ങളെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ എതിരാളികൾ ഞങ്ങളെ ഭയപ്പെടുത്തുമ്പോ എതിരാളികളുടെ മുന്നിൽ മുട്ടുവിറക്കാതെ നെഞ്ചു വിരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന താനൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ അഷ്റഫ് സാഹിബിനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയങ്കരനായ DCC സെക്രട്ടറി O രാജേട്ടൻ, അദ്ദേഹത്തിന് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മലപ്പുറം ജില്ലാ ഹരിതയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരിയായ നജ്മയെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രഗത്ഭനായ ഉപാധ്യക്ഷൻ, താനൂരിലെ യുവതക്ക് പ്രതിസന്ധിയുടെ കാലത്ത് ഒരു തണൽ മരമായി ഈ യുവതയുടെ കരുത്തായി മാറിയ പ്രിയങ്കരനായ പ്രിയ സുഹൃത്ത് റഷീദ് മോരിയെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒട്ടനവധി നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്. MSFന്റെ ദേശീയ നേതാവ് പ്രിയങ്കരനായ ഷാജു, അതുപോലെ തന്നെ നമുക്കറിയാം താനൂരിലെ UDYFന്റെ നേതാക്കന്മാരായ പ്രിയങ്കരനായ ഇസ്മയിൽ, അതുപോലെ തന്നെ നൌഷാദ് ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ സമയമില്ലാത്തത് കൊണ്ടും നമ്മൾ കാത്തിരിക്കുന്നത് ദീപിക സിംഗ്. കത്തുവയെ കുറിച്ച് നമ്മളെ അപമാനപ്പെടുത്തുമ്പോ ഈ സമൂഹത്തിനോട് ദീപിക സിംഗ് എന്തു പറയും? കത്തുവയിൽ മുസ്ലിം ലീഗിന്റെ പങ്കെന്തായിരുന്നു, PK ഫിറോസിന്റെ പങ്കെന്തായിരുന്നു എന്ന് അത് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. യൂത്ത് ലീഗിന്റെ പങ്കെന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് സമയമെടുക്കുന്നില്ല. എല്ലാവരെയും ഇവിടെ സംഗമിച്ചിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, അതുപോലെ തന്നെ UDYFന്റെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ എല്ലാവരെയും ഹൃദ്യമായിട്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ താനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റും UDYFന്റെ ചെയർമാനുമായ പ്രിയങ്കരനായ പ്രിയ സുഹൃത്ത് ഹബീബ് ആദർശേരിയെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF. ഏറ്റവും പ്രിയപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട യൂത്ത് UDFന്റെ സഹപ്രവർത്തകരെ, നമ്മുടെ റോഡ് ബ്ലോക്കാണ്. അപ്പോൾ ഒന്ന് അതിനൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണമെന്ന് നിയമപാലകർ കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. അതൊന്ന് സംവിധാനം ചെയ്തു കൊടുക്കണം. ഈ വരുന്ന 6-ാം തീയതി കേരളത്തിൽ ഒരു പുതിയ ചരിത്രം രചിക്കാൻ പോകുകയാണ്. കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം കാണാൻ പോകുമ്പോൾ 2-ാം തീയതി കേരളത്തിന്റെ 140 നിയോജക മണ്ഡലത്തിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ പതാകകൾ പാറിപ്പറക്കുമ്പോൾ ഈ താനൂരിന്റെ ചരിത്രഭൂമിയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സമുന്നതനായ നേതാവ്, കേരളക്കരയിൽ യുവത്വത്തിന്റെ പ്രതീകമായി, കേരളത്തിലെ യുവാക്കൾക്ക് ആവേശമായി മാറിയ, ഞങ്ങൾക്കെല്ലാം ആവേശം തരുന്ന കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലും യുവാക്കൾക്ക് ആവേശം നൽകിയിട്ടുള്ള ഞങ്ങളുടെ സമുന്നതനായ നേതാവ് ശ്രീ PK ഫിറോസ് സാഹിബിന് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ താനൂരിലെ യൂത്ത് UDF സംഘടിപ്പിച്ച ഈ റാലി ഇന്ന് മൂച്ചിക്കൽ നിന്ന് വൈകുന്നേരം ആരംഭിച്ച് ഇവിടേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ജനബാഹുല്യം കൊണ്ട് ഈ താനൂർ വീർപ്പുമുട്ടുകയാണ്. ഇതാരുടെയും പണം കണ്ട് മോഹിച്ചു വന്നവരല്ല.
ഇതാരുടെയും നിങ്ങൾ നൽകുന്ന വാഗ്ദാനങ്ങൾ, നിങ്ങൾ നൽകുന്ന പണം അത് സ്വരൂപിച്ചുകൊണ്ട്, അത് കയ്യിൽ വെച്ചുകൊണ്ട് വഞ്ചിക്കാൻ വന്നവരല്ല. ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളാണ് ഈ അണിനിരന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഒരു വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇതുപോലുള്ള ഒരു പ്രകടനം അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു സംഭവം ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ജനക്കൂട്ടത്തെ യൂത്ത് കോൺഗ്രസിനും യൂത്ത് ലീഗിനും സംഘടിപ്പിക്കാമെങ്കിൽ നിങ്ങൾ കാണുക, 2-ാം തീയതി വരുമ്പോൾ ഈ താനൂരിന്റെ ചരിത്രഭൂമിയിൽ ഇതല്ല നമ്മൾ കാണാൻ പോകുന്നത്. ഇതിലും വലിയൊരു ജനസാഗരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ താനൂരിന്റെ ചരിത്രഭൂമിയിലൂടെ നമ്മുടെ പ്രിയങ്കരനായ സാരഥി PK ഫിറോസ് സാഹിബ് നിങ്ങൾ അഭിവാദം ചെയ്തുകൊണ്ട് കടന്നു വരും. അത് സംശയമില്ല, അത് തീർച്ചയായും നടക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണം. നിങ്ങളെല്ലാവരും ഇന്നു തന്നെ ഇതൊരു ചലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട്, നമുക്കറിയാം ഈ താനൂരിൽ ഓരോ ബൂത്തിലും നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകർ മാസങ്ങളോളമായി സജീവമായി രംഗത്തിറങ്ങിക്കൊണ്ട് PK ഫിറോസ് സാഹിബ് എന്ന ആ ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരനെ ഈ താനൂരിന്റെ ചരിത്രഭൂമിയിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തയക്കുവാൻ കാത്തു നിൽക്കുകയാണ്. ഈ താനൂരിൽ നിന്ന് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ താനൂരിൽ ഒരു MLA ഉണ്ടായിരുന്നു. രാവിലെ കുളിച്ച് കുട്ടപ്പനായി, പൗഡർ ഇട്ടൊരു കുട്ടപ്പ രാജാവായി ഇനോവയിൽ താനൂരിലേക്ക് ഇറങ്ങുക എന്നല്ലാതെ ഈ താനൂരിലെ പാവപ്പെട്ടവന്റെ അടുത്തേക്ക് വരാൻ സാധിക്കാത്തൊരു MLA ഇന്നിതാ ഈ താനൂരിൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് 1 മണിക്കൂറുകൾ പിന്നിട്ടുകൊണ്ട് ഈ താനൂരിന്റെ ചരിത്രഭൂമിയിലേക്ക് കടന്നു വന്നത് ബഹുമാനായ ശ്രീ PK ഫിറോസ് സാഹിബാണ്. അദ്ദേഹം ഇറങ്ങി അന്ന് മുതൽ ഈ താനൂരിൽ ഓരോ വീടുകളിലേക്കും കയറി ചെല്ലുന്നു, അവരുടെ പരാതികൾ കേൾക്കുന്നു. അതാണ് PK ഫിറോസ് സാഹിബ്. നിങ്ങൾക്ക് എല്ലാവർക്കും PK ഫിറോസ് സാഹിബിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും സജീവമായി രംഗത്തുണ്ടാകണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കത്തുവയിലെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ സംഘപരിവാർ പിച്ച് ചിന്തിയപ്പോ ആരും തിരിഞ്ഞു നോക്കാതെ ആ പാവപ്പെട്ട കുടുംബം കരഞ്ഞ് കണ്ണീര് വാർത്തപ്പോ ആ കുടുംബത്തിലേക്ക് താങ്ങായി കടന്നു ചെന്നത് കേരള യുവത്വത്തിന്റെ പ്രതീകമായ ശ്രീ PK ഫിറോസ് സാഹിബ്. ആ PK ഫിറോസ് സാഹിബിന് അതിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് നിയമം അതിന്റെ അത്യുന്നതിലേക്ക് എത്തിക്കൊണ്ടുപോകാൻ ആ നിയമനിർമ്മാണത്തിലൂടെ തന്നെ അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്നത്തെ ഇവിടുത്തെ ഗസ്റ്റ് ദീപിക മേഡം. സംഘപരിവാർ അവർക്കെതിരെയും വിരൽ ചൂണ്ടി, RSSകാർ അവർക്കെതിരെ വിരൽ ചൂണ്ടി. അപ്പോൾ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞത് ആ കുടുംബം എന്റെ കുടുംബമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഐക്യത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ ദീപിക മേഡം അവരാണ് ഈ താനൂരിന്റെ ചരിത്രഭൂമിയിലേക്ക് PK ഫിറോസ് സാഹിബിന് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്നത്. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ ഈ താനൂരിന്റെ ചരിത്രഭൂമിയിലേക്ക് കടന്നു വന്ന ദീപിക മേഡത്തെ യൂത്ത് UDFന് വേണ്ടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ദീപിക മേഡത്തെ ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. UDYF Tanur proudly welcomes Advocate Deepika Singh Rajawat, who is now an icon of human rights and constitutional values. Advocate Deepika bravely took the case of Asifa from Katwa and rose to national attention with support of Youth League National Committee. We thank you for coming over to Tanur to be part of this historic event, madam. Please. ദീപിക സിംഗിന്റെ പ്രഭാഷണം പരിഭാഷപ്പെടുത്തുന്നത് MSFന്റെ വിദ്യാർത്ഥിനി വിഭാഗത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് നജ്മ തബഷീറയാണ്. അവൾ പ്രിയമുള്ളവരെ, മുഹമ്മദ് ഫയാസ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ കാണുന്നില്ല. രക്ഷിതാവ് നമ്മുടെ വേദിയുടെ പുറകിൽ കാത്തു നിൽക്കുന്നു. മുഹമ്മദ് ഫയാസ് വേദിയുടെ അരികിൽ വന്നു രക്ഷിതാവുമായി ബന്ധപ്പെടേണ്ടതാണ്. Good evening, everyone. Namaskaram, Assalamu alaikum. It's
it's my pleasure that I'm every time called and I get this much of love and support from you. I get respect from you. You have elevated me today. You know what is elevation? Elevation is rising someone. So you have elevated me. You elevated me when everyone called me an anti-national. You elevated me when people said she's against the community. But I got love and care. I get support and respect from Kerala. So I'm thankful. I'm thankful to you all. You know what? It is very difficult for activists to fight in the present diaspora. And I have heard a lot of stories about our PK Feroz Saab. I'm so sorry, I forgot his name. PK Feroz Saab, I have heard that he has been a voice. He has been raising voice against the defects. He has been raising voice. He has the strength to question. And that is how. See, I tell you one thing. I'm a live example in front of you. Recently in November 2020, there was an FIR against me. It is a political FIR. Registered by BJP. Right? Because BJP cannot afford to have activists around. So that is how our contestant, your hope, your support, your strength is today. He has become an eyesore. He has become an eyesore for the opposition. Because he is an activist. Because he has the strength to ask. And the one who asks and the one who raises voice becomes always an eyesore. So it is very important. One second. So it is very important that you support him. Because we want such people in assembly. Because if such people will not be there in the assembly, who will raise your voice? Who will raise voice for you? Who will bring good law for you? Who will ask for the implementation of the law? Who will ask for the implementation of the rights of the women? Who will come and raise voice for your children in future? So it is very important. It is very important that you make this man win. So together, all of us will raise 2-3 slogans. Right? I'm really very sorry I cannot speak your language, and that's the only defect. And I feel so bad. I feel so bad for that I cannot speak Malayalam. Had I been in position to speak Malayalam, that would have been such pleasure for me that I would have been in a position to converse with you the way they have conversed. Right? So, I try my level best to put my emotions together, put my respect together for all of you. So, today, since we had such beautiful and successful rally, it was a road show, and I think message has gone clear. Message has gone clear, right? Message has gone clear to the opposition. You have already shown your strength. You have already shown your support, right? So this man who is requesting for support, who is requesting for strength, who is requesting for your love and your care and respect, right? So let's raise slogans for him. We will together say, PK Feroz! PK Feroz! PK Feroz! If at all you want opposition to, get a tough competition, then you need to be louder. Louder means, what do we say louder in Malayalam? Okay, you say. Okay, louder. I am very sorry I can't speak Malayalam. Right, next time I'll try to learn some of the words. Okay, louder. Very louder. Right? Is that a promise? Is that a promise? Is that a promise? PK Feroz! PK Feroz! PK Feroz! PK Feroz! PK Feroz! PK Feroz! PK Feroz!
know what? I like a slogan. You know what is that slogan? And when we all were contesting against what was that? CA and NRC, we rose. A lot of slogans. One of the slogans was, किसी के बाप का थोड़ी है हिंदुस्तान हमारा है, किसी के बाप का थोड़ी है हिंदुस्तान हमारा है, किसी के बाप का थोड़ी है हिंदुस्तान हमारा है. I can't see, I can't hear. So show me the strength. किसी के बाप का थोड़ी है हिंदुस्तान हमारा है, किसी के बाप का थोड़ी है हिंदुस्तान हमारा है, किसी के बाप का थोड़ी है हिंदुस्तान हमारा है, किसी के बाप का थोड़ी है. हिंदुस्तान हमारा है. You know why is this slogan close to my heart? Because BJP feels कि हिंदुस्तान उनके बाप का है. ये संघ परिवार सोचता है कि हिंदुस्तान उनके बाप का है. हिंदुस्तान की रजिस्ट्री उनके बाप ने करवाई है, तो हिंदुस्तान हमारे बाप का है. हिंदुस्तान मेरे बाप का है, आपके बाप का है. तो एक बार बोलते हैं फिर से, किसी के बाप का थोड़ी है, किसी के बाप का थोड़ी है, किसी के बाप का थोड़ी है. पीके फिरोज, पीके फिरोज, पीके फिरोज, पीके फिरोज. You know what? It is. Okay. Okay, consider. No need. Oh, I'm very sorry. I am really very sorry. I am really very. Forgive me. Forgive me. Okay. I'll tell you something. I'll tell you something. You know what? You know Pragya Thakur? Pragya Thakur is one of the MPs in Parliament. And the woman was booked under stringent laws. And imagine the woman who was booked under stringent laws is there in the Parliament making law for me, making for law for you. Shame. Right? So we need people like him. We need people like VK Pros who have the strength, who have the guts. Because ultimately, you know what works ultimately? Guts. You know what works ultimately? Strength. You know what works ultimately? The conviction, the will, and the person who doesn't have the conviction, doesn't have the strength, cannot fight for you. He will succumb to the pressure. Let me share today with you all something very important. At the last moment, I received so much of pressure not to do this rally. But my conviction, my decision, my support is with this man. I have come from Jammu, leaving my daughter there, leaving my daughter to the maid. So, when I have come from Jammu for this man, why can't you be with him since you are putting up together? Right? So it is very important that you support each other, that you be together, because ultimately you need someone who has the voice, who has the heart beating. You know, it is very important your heart should beat, and the one who is sensitive, whose heart actually beats, is a person, is a human rights person actually. So it is very important that you support this man. Few months back, I think during COVID period, during COVID lockdown, I came to know about 2 brutal rape cases of this place. One took place in Palyathai and the other one took place in Walayar. Right? Unfortunately, that the present government could not be in a position to get the victims justice, to get the parents justice. And one of the cases, Palathai case I was following from Jammu. Palathai case I took up with the Chief Justice of Kerala High Court. And Palathai case
I took up with the Commissioner Police of Kerala. It is very important that had this government, had the women minister in the government, the women minister who is in the government and whose constituency this rape case took place, had she been sensitive towards your rights, towards women, I think the children, the girls would have got justice. Right? So it is very important that you elect people who are sensitive, who come to you, who hear you, who are down to earth. It is very important that you elect people who are down to earth. It is not important that you elect BJP, that you elect CPM. Right? Support this man, and I am sure he will come to your expectations. He will live up to your expectations, because the Constitution of India gives you right to be in the government, to run the government, and you can run your government through this man. And if you don't have a right person there, how can you run the government? Please think about it. Right? So it is very important that you run the government properly through a right representative. Right? So it is very important. I heard Mamata Banerjee, जिनको हम दीदी बुलाते हैं प्यार से हम सब, she wrote a letter to all the political leaders of the country and said that we need to be together, we need to join hands together to fight against BJP. Because BJP is dividing the country. BJP is dividing the country, the nation, bringing bad name to the nation at international level. I don't know, seriously speaking, I don't know what this Prime Minister of India possesses. I really feel from the core of my heart that he is not worth to be the Prime Minister of India. He is not worth to be the Prime Minister of this great country. Narendra Modi, Prime Minister Narendra Modi is not worth to be the Prime Minister of this country. We need a secular Prime Minister. We need a Prime Minister who has the vision. We need the Prime Minister who is my Prime Minister and your Prime Minister. We don't need a Prime Minister who belongs to Sangha Parivar. We don't need a Prime Minister who belongs to a group of people or who belongs to his friends. Right? The farmers are dying. Go and meet the farmers. They are dying on the roads. They face the cold. They faced winter. Now the summer is approaching, and our Prime Minister is deaf and dumb. He can't see, he can't hear. He can only see and hear. He can only see and hear those people who belong to him. So it is very important that you decide, that you get together, that you elect right people. Because it is very important that in assembly or in the parliament, you have the like-minded people. And everything depends on you. Understand the value of your vote. All the youth sitting here, understand the value of your vote. Your value of vote is that you can run the government. And if you don't vote for a right person, you will never be even contacted. You will feel that, oh, kisko chun liya? Right? So it is very important that you realize strength of your vote. And this man, see, he's being targeted. I have heard a lot of stories. Right? I have heard about the conspiracy also, which has triggered, because he is there, because he has highlighted the defects of the present government, right? And that is why he is being targeted. Trust him. Have faith on him. I'm sure he will serve you. I'm sure he will take your voice to that place where the law is made. I'm sure he will do it. Right? So have faith on him. Yeah. So when Kothua was going, when Rasana rape and murder case took place,
I received all the support from them. I received all the support from them. It was not possible without your support. I received support from you. I received support from you. You are putting an update on Facebook, or you are putting a tweet is our support, because then you show we are there with you. So I am thankful for the support that they have extended to me when I was fighting, right? So this is the time, like a very good, one of my brothers right here said that Kathua cannot defeat him. Any conspiracy cannot defeat him, right? You will make him win. And you promised to me that you will make this man win, right? So, thank you so much. Thank you so much. I get all the love. I get all the support. This gentleman, Ahmed Saju Ahmed Saju, my brother, and his team has been so caring, has been so supportive to me, that whenever I come to Kerala, it is like God's country and it is like home to me, right? So once again, before I finish, no, doesn't matter. These things should not matter. Doesn't matter. Please look at me. Okay. Turn your mobile phones on. Light on. mobile phone Okay. light on. All of you, turn the battery of your mobile phones on. Beautiful, very beautiful. Yes. Everyone together. Now we will raise slogans. So we can say UDF, PK Firoz. See, I am so loud and you are not. PK Firoz, UDF, बोल रे साथी हल्ला बोल, 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 किसी के बाप का थोड़ी है, हिंदुस्तान हमारा है, किसी के बाप का थोड़ी है, हिंदुस्तान हमारा है, किसी के बाप का थोड़ी है. हिंदुस्तान हमारा है, All of you, please, all of you. किसी के बाप का थोड़ी है, हिंदुस्तान हमारा है, किसी के बाप का थोड़ी है. हिंदुस्तान हमारा है. बोल रे साथी हल्ला बोल, हल्ला बोल, हल्ला बोल. पीके फिरोज जिंदाबाद, 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 पीके फिरोज पीके फिरोज जिंदाबाद, पीके फिरोज जिंदाबाद, पीके फिरोज जिंदाबाद, पीके फिरोज जिंदाबाद, UDF जिंदाबाद. all of you clapping, please clap. PK Firoz UDF. I love you all. Thank you so much. ഇനി ട്രാൻസ്ലേറ്റ് ചെയ്യണോ നെജ്മ? ആവശ്യമുണ്ടോ? വേണോ? എന്താ പറയുന്നത് മനസ്സിലായില്ല. വേണോ? കുറച്ച് പറഞ്ഞോ നെജ്മ, ഒന്ന് ചുരുക്കിയിട്ട് നെജ്മ. നമുക്ക് ദീപിക മാഡത്തിനൊരു സിന്ദാബാദ് വിളിക്കണ്ടേ? ദീപിക മാഡം, ദീപിക മാഡം, ദീപിക മാഡം, ദീപിക മാഡം.
വികാരം വമിഞ്ഞൊഴുങ്ങിയ ഒരു പ്രസംഗത്തിന് ശേഷമുള്ള ഏറ്റവും ചെറിയ തർജ്ജമയാണ്, ക്ഷമിക്കുക. ഓരോ പ്രാവശ്യവും കേരളത്തിലേക്ക് ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ജനപങ്കാളിത്തമുള്ള എന്നെ പരിപാടികളിലേക്ക് എന്നെ ക്ഷണിക്കുന്ന ഈ ടീമിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പ്രിയപ്പെട്ട താനൂരുകാരെ, നിങ്ങളോട് ഞാൻ നമസ്കാരവും അസ്സലാമു അലൈക്കും എന്നും പറഞ്ഞു തുടങ്ങുന്നു. ഇന്ന് ഈ നാട്ടിൽ ഒരു ആക്ടിവിസ്റ്റ് ആയിക്കൊണ്ട്, മനുഷ്യാവകാശ പ്രവർത്തകയായിക്കൊണ്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന്, അല്ലെങ്കിൽ എങ്ങനെ അതിനെ അതിജീവിക്കണം എന്നുള്ളത് എത്രമാത്രം പ്രയാസകരമാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും എനിക്കെതിരെ വ്യാജ FIR-കൾ ഉണ്ടാവാറുണ്ട്. ഞാൻ മനുഷ്യാവകാശ പ്രവർത്തനം ചെയ്യുന്നത് പോലെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവനാണ് PK ഫിറോസ്. PK ഫിറോസ് ഒരു ബുദ്ധിമാനും ധൈര്യശാലിയുമായ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടാവണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. ഈ നാട്ടിലെ കുട്ടികൾക്ക്, ഈ നാട്ടിലെ യുവാക്കൾക്ക്, ഈ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടി PK ഫിറോസ് നിയമസഭയിൽ ഉണ്ടാവണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. നമുക്ക് ഒരുമിച്ച് ചില മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സദസ്സിനെ സ്വാഗതം ചെയ്യാം. അവരതിനിടയിൽ പറഞ്ഞുപോയ ഒരു വിഷമമുണ്ട്, എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനാവുന്നില്ല. മലയാളത്തിൽ സംസാരിക്കാനാവുമായിരുന്നുവെങ്കിൽ ഇവിടെ സംസാരിച്ച ഓരോരുത്തരെയും പോലെ മനോഹരമായി നിങ്ങളോട് സംവദിക്കാൻ എനിക്കാവുമായിരുന്നു എന്ന്. Deepika Singh, madam, you don't need to know language. We know your emotions. They are clapping for that. ഏറ്റവും വലിയൊരു റാലിയാണ് ഇന്ന് തിരൂരിന്റെ മണ്ണിലൂടെ കടന്നുപോയിട്ടുള്ളത്. താനൂരിന്റെ മണ്ണിലൂടെ കടന്നുപോയിട്ടുള്ളത്. താനൂരിലെ ജനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം ഏറ്റവും മനോഹരമായി തന്നെ ഈ റാലി ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിന് എനിക്ക് നന്ദി പറയാനുണ്ട്. ഒരു കാര്യം മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇന്ന് രാജ്യത്തെ സംഘപരിവാർ പറയുന്നത് പോലെ, ഇന്ന് രാജ്യത്തെ BJP ഗവൺമെന്റ് പറയുന്നത് പോലെ അവരുടെ തന്തയുടെ ഈ തന്തയുടെ വകയല്ലേ ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് വിളിച്ചോതാൻ ഞങ്ങൾ ഈ സമയം ഉപയോഗിക്കുകയാണ്. ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരുപാട് MP-മാരുണ്ട്. ഒരു വനിതാ MP ഉണ്ട്, പ്രഖ്യാ താക്കൂർ എന്നാണ് അവരുടെ പേര്. പക്ഷേ ഏറ്റവും കണിശമായ നിയമങ്ങൾ ഉണ്ടാക്കിയ, ജനവിരുദ്ധമായ നിയമങ്ങൾ ഉണ്ടാക്കിയ വനിതയാണ് MP സ്ഥാനത്തിരുന്നു കൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, PK ഫിറോസ് എന്നുള്ള ചെറുപ്പക്കാരൻ ഈ നിയമസഭയിലെത്തുകയാണെങ്കിൽ, കേരളത്തിന്റെ നിയമസഭയിലെത്തുകയാണെങ്കിൽ അദ്ദേഹം ആവർത്തിക്കുകയാണ്, ധൈര്യവും ശക്തിയുമുള്ള നേതാവാണ്. ഏറ്റവും മനോഹരമായ നിയമങ്ങൾ ഈ സംസ്ഥാനത്തിനു വേണ്ടി ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഞാൻ വരുമ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കരുതേ എന്ന് എന്നെ വിലക്കിക്കൊണ്ട് ഒരുപാട് ആളുകൾ CPM-ന്റെ നേതാക്കന്മാരടക്കം ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുകയും എന്നെ പ്രഷർ ചെയ്യുകയും എന്നെ സമ്മർദ്ദം ചെലുത്തുകയും ഉണ്ടായി. പക്ഷേ 3000 കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് ഞാൻ ജമ്മു കശ്മീരിൽ നിന്ന് കേരളത്തിലെത്തിയിരിക്കുന്നു. ഞാൻ വന്നിരിക്കുന്നത് ഈ ചെറുപ്പക്കാരന് വേണ്ടിയാണ്. ഞാനും ഈ നാടും ഇയാളോടൊപ്പം ഉണ്ടെന്ന് പ്രഖ്യാപിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ മകളെ അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ വന്നിരിക്കുന്നത് ഈ ചെറുപ്പക്കാരനോടൊപ്പം നമ്മളുണ്ടെന്ന് പ്രഖ്യാപിക്കാനാണ്. കാരണം ഈ കാലത്ത് ശബ്ദമുള്ള, ഹൃദയമുള്ള ഒരു നേതാവിനെയാണ് ഈ നാട് ആവശ്യപ്പെടുന്നത്. എനിക്കറിയാം, കുറച്ചു കാലങ്ങൾക്ക് മുൻപേ, കുറച്ചു മാസങ്ങൾക്ക് മുൻപേ, കോവിഡിനും മുൻപേ ഈ സമയത്തൊക്കെ കേരളത്തിൽ നടന്ന ചില വാർത്തകൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. വാളയാറിലും പാലത്തായിലും നടന്ന സംഭവങ്ങളെ ദൂരദേശത്തിരുന്നു കൊണ്ട് ഞാൻ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ പെൺകുട്ടികൾക്ക് നേരെ നടന്നിട്ടുള്ള ഈ അതിക്രമങ്ങളിൽ കേരളത്തിലെ ഗവൺമെന്റിന് ഒരു ചെറുവിരലനക്കാൻ പോലും സാധിച്ചിട്ടില്ല. പാലത്തായിലെ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ CM-നും മുഖ്യമന്ത്രിക്കും കേരളത്തിലെ കമ്മീഷണർമാർക്കും അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയിലെ ചീഫ് മിനിസ്റ്റർക്കും ഞാൻ കത്തുകൾ അയക്കുകയുണ്ടായി. പക്ഷേ അവർക്കെതിരെ ഒരു നടപടി, പ്രതികൾക്കെതിരെ ഒരു നടപടി പോലും ഈ നാട്ടിലെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല.
ഒന്നുകൂടി ശക്തമായി വ്യക്തമായി പറയുകയാണെങ്കിൽ ഈ നാട്ടിലെ വനിതാ മന്ത്രിയായിട്ടുള്ള വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശൈലജ ടീച്ചർ എന്ന് പറയുന്ന സ്ത്രീക്ക് പോലും സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ ആ കേസിനകത്ത് ഒരു നിലപാടും എടുക്കാൻ സാധിച്ചിട്ടില്ല. സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ഈ നാട്ടിലെ മന്ത്രിയുടെ അടുത്തിൽ നിന്ന് പോലും ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഈ നാട്ടിൽ ഒരു വലിയ കർഷക സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ തലസ്ഥാനത്ത് നടക്കുന്ന വലിയ കർഷക സമരം നിങ്ങൾ കേൾക്കുന്നില്ലേ? ഈ കർഷക സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ചൂടും തണുപ്പും സഹിച്ചുകൊണ്ട് ഇന്ത്യയുടെ നാടിനരമ്പായിട്ടുള്ള കർഷകർ ബുദ്ധിമുട്ടുമ്പോൾ ഈ നാട്ടിലെ പ്രധാനമന്ത്രി ഉണ്ടല്ലോ, ഈ നാട്ടിലെ പ്രധാനമന്ത്രി അന്ധനും മൂകനും ബധിരനുമായി അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുകയാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ അല്ല നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ഈ നാടിന്റെ പ്രധാനമന്ത്രിയായിരിക്കാൻ ഒരർഹതയുമില്ലാത്ത നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിലെ നരേന്ദ്രമോദിയെ പോലെയുള്ള നേതാക്കന്മാരെ അല്ല നമുക്ക് തിരഞ്ഞെടുത്തയക്കേണ്ടത്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന, നിങ്ങൾ ചെയ്യുന്ന വോട്ടിന്റെ ശക്തി പ്രിയപ്പെട്ട യുവാക്കൾ അല്ല ആവശ്യം. കേരളത്തിലുള്ള ഇന്നത്തെ ഗവൺമെന്റ് ഭരിക്കുന്ന ആളുകളെ പോലെയുള്ള നേതാക്കന്മാരെ അല്ല നമുക്ക് ആവശ്യം. നമുക്കാവശ്യം ധൈര്യമുള്ള, ശബ്ദമുള്ള, ഹൃദയമുള്ള PK ഫിറോസിനെ പോലെയുള്ള നേതാക്കന്മാരെയാണ്. ഞാൻ ഇവിടെ വന്ന് ഒരുപാട് കേൾക്കുകയുണ്ടായി. അദ്ദേഹത്തിനെതിരെ പലതരത്തിലും അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ഗവൺമെന്റും ഇവിടുത്തെ CPM പോലെയുള്ള പ്രതിപക്ഷ പാർട്ടികളും പ്രവർത്തിക്കുന്നുണ്ടെന്ന്. അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അദ്ദേഹത്തെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ പല പൊള്ളത്തരങ്ങളെയും ഈ ജനങ്ങൾക്ക് മുന്നിൽ പൊളിച്ചു കാണിക്കാൻ ഈ ചെറുപ്പക്കാരന് സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് വിശ്വസിക്കാനാകുന്ന ഒരു നേതാവാണ് ഇവിടെ ഇരിക്കുന്നത്. കത്വയിൽ പ്രശ്നമുണ്ടായ സമയത്ത്, കത്വയിൽ ഒരു ചെറിയ പെൺകുട്ടിക്ക് നേരെ വലിയ പീഡനങ്ങൾ ഉണ്ടായ സമയത്ത് എനിക്ക് അത്തരത്തിലൊരു വലിയ നിയമ പോരാട്ടം നടത്താൻ പൂർണ്ണമായി പിന്തുണ നൽകിയവരാണ് ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരെന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയ എല്ലാ പിന്തുണയും നിങ്ങളിൽ നിന്നായിരുന്നു. നിങ്ങളുടെ നേതാക്കന്മാരിൽ നിന്നും ഈ ഇരിക്കുന്ന ജനങ്ങളിൽ നിന്നും പിന്തുണ കിട്ടിയത് കൊണ്ടാണ് എനിക്ക് സധൈര്യം കത്വയുടെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചത്. നിങ്ങളുടെ FB പോസ്റ്റുകളിലും നിങ്ങളുടെ ട്വിറ്ററുകളിലും വന്ന കുറിപ്പുകളാണ് എനിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയിട്ടുള്ളത്. നന്ദി. എനിക്ക് തന്ന പിന്തുണക്ക് ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. എന്റെ പ്രിയപ്പെട്ട സഹോദര തുല്യനായിട്ടുള്ള PK ഫിറോസ് ആണ് ഇവിടെ മത്സരിക്കുന്നതല്ലോ. അത് കത്വക്ക് പ്രിയപ്പെട്ട ഒരു സഹോദരൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, കത്വക്ക് അദ്ദേഹത്തെ തോൽപ്പിക്കാനാവില്ല എന്ന്. ഏറ്റവും അധികം വിമർശകർ ഉന്നയിക്കുന്ന കത്വ എന്നുള്ള വിഷയമുണ്ടല്ലോ, ആ വിഷയത്തിന് ആ ഉണ്ടയില്ല വെടിക്ക PK ഫിറോസിനെ തോൽപ്പിക്കുവാനുള്ള ശക്തിയില്ല എന്നുകൂടി ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇദ്ദേഹത്തെ, ഈ ചെറുപ്പക്കാരനെ നിങ്ങൾ വിശ്വസിക്കുക. ധൈര്യമുള്ള, ഈ നാടിന് ഏറ്റവും ഉപകാരപ്രദമായ നിയമങ്ങൾ ഉണ്ടാക്കുന്ന PK ഫിറോസിനെ വിജയിപ്പിക്കണമേ എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നന്ദി. ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമുക്ക് ഇവിടെ ഗസ്റ്റായി വന്നിട്ടുള്ള ബൈജു ചേട്ടൻ നമ്മോട് സംസാരിക്കും. അതിനുശേഷം നമ്മുടെ ഗ്രാമാന്തരങ്ങളിലൂടെ നമുക്ക് വേണ്ടി ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട്, ആ പാട്ട് രചിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബാപ്പുക്ക് ഇവിടെയുണ്ട്. എടപ്പാൾ ബാപ്പുക്ക് നമുക്ക് വേണ്ടി പാട്ട് ആലപിക്കും. അതിന് മുന്നേ നമ്മുടെ ബൈജു ചേട്ടൻ നമുക്ക് വേണ്ടി PK ഫിറോസ് സാഹിബിന് വേണ്ടി സംസാരിക്കും.
വേദിയിലിരിക്കുന്ന മാഡം ശ്രീ ദീപിക സിംഗ് രജാവത്ത്, അതുപോലെ നമ്മുടെയൊക്കെ സഹോദരൻ ശ്രീ പി കെ ഫിറോസ്, സദസ്സിലിരിക്കുന്ന സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീ അഷ്റഫിന്റെ കൂടെ, ഈ മീറ്റിംഗ് കൂടെ കൂടി UDFന്റെ 69ാമത് മീറ്റിംഗ് ആണ്. ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ഉള്ള യോഗങ്ങളിൽ പങ്കെടുത്തിട്ട് വരുന്നു. ഞാനിവിടെ വന്നിട്ട് നിങ്ങളുടെ റോഡ് ഷോ തുടങ്ങിയ സമയം മുതൽ ശ്രദ്ധിക്കുകയായിരുന്നു. റോഡ് ഷോ തുടങ്ങിയ സമയം മുതൽ അവിടുന്ന് ഞാനും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ, മറ്റൊരു വണ്ടിയിലായിരുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഒരു എനർജി, നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം, അതാണ് ഏറ്റവും കൈമുതലായിട്ട് ശ്രീ പി കെ ഫിറോസിനുള്ളത്. ഈ വേദിയിൽ വന്ന് കയറിയപ്പോ എനിക്ക് മുമ്പ് ഇവിടെ ആദ്യം സ്വാഗത പ്രസംഗം ചെയ്ത ആളും അതേപോലെ നമ്മുടെ അധ്യക്ഷനും അവർ രണ്ടുപേരും പ്രസംഗിച്ചപ്പോഴും തീപ്പൊരി പ്രസംഗം നടത്തി. തൊട്ടുപുറേ ശ്രീമതി ദീപിക സിംഗ് വന്നു. തൃശൂർ പൂരം പോലെ അല്ലായിരുന്നു. എന്തെങ്കിലും രക്ഷയുണ്ടോ? അപ്പൊ ഞാനിവിടെ ആലോചിച്ചു, ഇനി നമ്മൾ എന്തു പറയും? ആ ഒരു അവസ്ഥയിലേക്കായിപ്പോയി. എന്നെ നിങ്ങളിൽ പല ആളുകളും ചിലപ്പോൾ TV-യിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനും ഫിറോസും ഒക്കെ ഒരുമിച്ച് പല സംവാദങ്ങളിലും ഇരുന്നിട്ടുണ്ട്. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് വരെ ചെങ്കൊടി കയ്യിലേന്തി നടന്ന ഒരാളായിരുന്നു ഞാൻ. പഠിക്കുന്ന കാലം മുതൽ ഏതാണ്ട് സിനിമയിലെത്തി 10-30 വർഷങ്ങളായി. കഴിഞ്ഞ കുറെ കാലങ്ങൾ മുമ്പ് വരെ, അതായത് 2 വർഷങ്ങൾക്ക് മുമ്പ് വരെ, 2 വർഷം മുമ്പ് മുതലാണ് ഞങ്ങൾ എല്ലാത്തിൽ നിന്നും വിട്ടുനിന്നത്. ചെങ്കൊടി കയ്യിലേന്തി കമ്മ്യൂണിസം മാത്രം പ്രചരിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മാത്രം മനസ്സിൽ കൊണ്ടു നടന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിന്റെ മണ്ണിൽ ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എവിടെങ്കിലും ഒന്ന് മുളപ്പിക്കാം എന്ന് അന്വേഷിച്ച് നടന്നപ്പോ അവസാനം കണ്ടത് ഇപ്പോഴത്തെ നേതാക്കന്മാരെല്ലാം കൂടി ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഡോളറിൽ പൊതിഞ്ഞ് സ്വർണ്ണ കട്ടിയിലാക്കി അറബിക്കടലിൽ മുക്കിത്താഴ്ക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ കള്ളവും കള്ളത്തരങ്ങളും മാത്രം പറഞ്ഞ് ഒരു ജനതയെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന്റെ കൂടെ എങ്ങനെ മുമ്പോട്ട് പോകാനാവും? അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ സംഘടനയുടെ ഒരു വൈസ് പ്രസിഡന്റ് ഇരിപ്പുണ്ട്, അജ്മൽ ശ്രീകണ്ഠാപുരം, കണ്ണൂരുകാരനാണ്. ഏതാണ്ട് 12,000-ഓളം വരുന്ന അംഗങ്ങൾ ഇന്ന് UDF-നൊപ്പമാണ്. UDF-നൊപ്പം എന്ന് പറയുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഞങ്ങളുടെ സിനിമാ പ്രവർത്തകർ UDF-നൊപ്പമാണ്. ഇവിടെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഈ LDF ഗവൺമെന്റ് ഉയർത്തിവിട്ട ഒരു സംഗതി എന്തായിരുന്നു? ഒരു കിറ്റിന്റെ കാര്യമായിരുന്നു. ഒരു കിറ്റ് കൊടുത്തിട്ട് ഞങ്ങൾ കിറ്റ് തന്നില്ലേ എന്നാണ് പറഞ്ഞത്. അതിനു മുമ്പ് 1 മിനിറ്റ് ഞാൻ ഒരു കൊച്ചു കഥ പറയാം. അങ്ങ് സ്വർഗത്തിൽ നമ്മുടെ ധർമ്മപുത്രരും മഹാബലിയും കൂടി ഇരിക്കുകയാണ്. ഭഗവാൻ ചോദിക്കുന്നു, 2 പേർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് 2 പേർക്കും സുഖമാണ്. ധർമ്മപുത്രരോട് ചോദിച്ചു, നിങ്ങളുടെ പ്രജകളൊക്കെ എങ്ങനെ ഇരിക്കുന്നു? പ്രഭു, നന്നായിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങൾ ആഹാരം കൊടുക്കുന്നു. വൈകുന്നേരം ആഹാരം വീട്ടിൽ കൊടുത്തുവിടാൻ വേണ്ടി കൊടുത്തുവിടുന്നു. മാസം തോറും ഞാൻ ഇവർക്ക് വേണ്ട ഒരു കിറ്റിലാക്കി അരി പദാർത്ഥങ്ങളെല്ലാം കൊടുത്തുവിടുന്നു എന്ന് പറഞ്ഞു. ശരി, നല്ലത്. പ്രജകളൊക്കെ സൗഖ്യമാണല്ലോ? സൗഖ്യമാണ്. മഹാബലിയോട് ചോദിച്ചു, താങ്കൾക്ക് എന്താണ് ഉദ്ദേശം? താങ്കൾ എന്താണ് പ്രജകൾക്ക് വേണ്ടി ചെയ്തത്? പ്രഭു, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തത്? ഞാൻ ചെയ്തത് അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ചു. അതുകൂടാതെ പുള്ളി ഒരു കാര്യം കൂടി പറഞ്ഞു. അതായത് സ്വന്തം പ്രജകളെ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കുന്ന ആളാക്കി നിർത്തിയാൽ ആ ഭരണാധികാരി ഏറ്റവും വൃത്തികെട്ട ഭരണാധികാരി. കാരണം ചെറുപ്പക്കാരായ അഭ്യസ്ത വിദ്യരെ, ചെറുപ്പക്കാരികളുമായ അഭ്യസ്ത വിദ്യരെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുട്ടിലിഴയാൻ പഠിപ്പിച്ചിട്ട് കിടന്ന് ഉരുളാൻ സാഹചര്യം ഉണ്ടാക്കിയിട്ട് അങ്ങ് പിൻവാതിൽ കൂടെയുള്ള നിയമനങ്ങൾ എന്താ നടന്നത്? മന്ത്രിമാരുടെ അമ്മായി, കൊച്ചാപ്പ തുടങ്ങി 800 പേരെയാണ് നിയമിച്ചിരിക്കുന്നത്. ഈ 800 പേരെ നിയമിച്ചതിൽ ഏതാണ്ട് 1 ലക്ഷത്തിൽ പുറത്താണ് അവരുടെ ശമ്പളം. ഞാൻ നേരത്തെ കിറ്റിന്റെ കാര്യം പറഞ്ഞു നിർത്തിയല്ലോ. അതിലൊരു വലിയ കൊള്ള നടത്തുന്നുണ്ട് കേരളത്തിൽ. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? ഈ കിറ്റ് കൊണ്ടുവരുന്ന സഞ്ചി നിങ്ങൾക്കറിയാമല്ലോ, ഒരു സഞ്ചിയിലാണ് തരുന്നത്. ഞാനിത് പരിശോധിച്ച ആളാണ്. കാരണം ഞാനും ഒരു ചാനലിന്റെ വിദേശകാര്യ ലേഖകനാണ്. ചാനലിന്റെ പേര് ഞാൻ പറയുന്ന സർവേയിലേക്ക് നമുക്ക് പിന്നെ വരാം.
ഈ കിറ്റില് ഈ സഞ്ചിക്ക് വേണ്ടി 6 രൂപ 80 പൈസ സിഡ്കോയുടെ ഒരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു. 6.80, 7.10, 7.85, 7.90, 9.45. നമ്മുടെ സർക്കാർ വലുതിലല്ല പിടിക്കൂ. 9.45 കൊട്ടേഷൻ കൊടുത്തു മധുരയിലെ ഒരു അണ്ണാച്ചിക്ക്. അതിനകത്ത് കിട്ടിയ കമ്മീഷൻ 2 രൂപ സംതിങ്. അപ്പൊ ആ കമ്മീഷൻ ഇൻറ്റു 87 ലക്ഷം. സുഹൃത്തുക്കളെ, ഈ സഞ്ചിയിലും മാത്രം കമ്മീഷൻ അടിച്ചത് 2,98,40,200 രൂപ. ജനങ്ങളുടെ ഒപ്പമുണ്ടെന്ന് പറയുന്ന പിണറായി വിജയൻ ചെയ്ത ഗുണമാണ് നമ്മുടെ ജനങ്ങൾക്ക് ചെയ്ത ഗുണമാണ്. പിന്നെ സഞ്ചിക്കകത്തുള്ള സാധനങ്ങൾ നമ്മുടെ ഈ തിരൂരുള്ള ഏതെങ്കിലും ഒരു പീടികയിൽ ചെന്നിട്ട് ഈ അരിയും ഈ അരിയില്ലല്ലോ, ഈ പയറും പഞ്ചസാരയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ 1000 രൂപയുടെ കിറ്റിലെ സാധനങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ 766 രൂപയുടെ സാധനങ്ങളേ ഉള്ളൂ. ബാക്കി 234 രൂപയോ അതും പുട്ടടിച്ചു. അപ്പോ 87 ലക്ഷം ഇൻറ്റു 234, 202 ലക്ഷം രൂപ. ഇത് ഒരു മാസത്തെ കണക്കാണേ. ഇതിപ്പോ 8ാം മാസമാണ്. 8 ഇൻറ്റു 202,47 ലക്ഷം എത്രയുണ്ടെന്ന് കൂട്ടി നോക്കുക സുഹൃത്തുക്കളെ. പപ്പടത്തിന്റെ കാര്യം പറഞ്ഞു. കേരളത്തിൽ തിരുവനന്തപുരത്തും ഗുരുവായൂരും പാലക്കാട് ഉൾപ്പെടെ ഇഷ്ടംപോലെ പപ്പട തൊഴിലാളികളുണ്ട്. ആ പപ്പടമൊന്നും പോരാ, അതും കൊടുത്തു മധുരയില്. അവസാനം അതും കുഴപ്പത്തിലായി. ഏറ്റവും അവസാനം ഒരു കാര്യം ചെയ്തു, അത് ഞാൻ കൊണ്ടുവന്നു നിങ്ങളെ കാണിക്കാൻ. ഒരു മാസ്ക് ഉണ്ടായിരുന്നു. മാസ്ക് ഇത് ഞാൻ ചെല്ലുന്ന സ്റ്റേജുകളെല്ലാം നിങ്ങൾ നോക്കണം. ഈ മാസ്കിലൂടെ നോക്കിയാൽ ഇതിൽ വൈറസ് അല്ല, പഴുതാര കയറി വരും. കണ്ട ഇതാണ് സർക്കാർ കൊടുക്കുന്ന മാസ്ക്. എന്നിട്ട് നമ്മുടെ മുഖ്യം വൈകുന്നേരം ഇരുന്ന് വാർത്താ സമ്മേളനം നടത്തുന്നതോ 2,950 രൂപയുടെ N95 മാസ്കിനകത്ത്. കാരണം വൈറസ് കയറുന്നതല്ലോ, തട്ടിപ്പോവും. അദ്ദേഹം ചെയ്യുന്നത് അങ്ങനെയാണ്, ബാക്കി മന്ത്രിമാരും ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷെ പാവപ്പെട്ടവന് ഇതാണ് വേണ്ടത്. ഈ മാസ്ക് പാവപ്പെട്ടവന്, എനിക്ക് മറ്റേ മാസ്ക്. അങ്ങനെ ഇതിനും വില 20 രൂപയാണ് ഇട്ടിരിക്കുന്നത്. 2 മാസ്കിന് 2 രൂപ പോലും ഇല്ല. ഇത് കാണുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് അറിയാമോ? ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നതെങ്കിലും കുട്ടിക്കാലമെല്ലാം കൊട്ടാരക്കരയായിരുന്നു. അപ്പൊ കൊട്ടാരക്കര എന്റെ വീട്, ഞാൻ വലിയ ജന്മിയായിട്ടൊന്നും ജനിച്ചല്ല. ബാലകൃഷ്ണപിള്ള സാറിന്റെ മകൻ ഗണേഷ് കുമാറൊക്കെ ക്ലാസ്മേറ്റ്സ് ആണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആളുകളാണ്. ഞാനൊരു പാവപ്പെട്ട വീട്ടിലൊരു പാടത്തിന്റെ കരയുള്ള ഒരു വീട്ടിലായിരുന്നു. അപ്പൊ ഈ പാടത്ത് ഒരപ്പാപ്പിന് ഈ നില ഉഴുതാൻ വരും. ഈ നില ഉഴുതാൻ വരും. അദ്ദേഹം മുണ്ടുടുക്കില്ല, നിക്കറൊന്നും ഉടുക്കില്ല, കോണകമാണ് ഉടുത്തോണ്ട് വരുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ആ തുണി ഇതിലും നല്ലതാണ്. അതാണ് നമ്മുടെ സർക്കാർ നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ ഹിറ്റിന്റെ കഥ. പിന്നുള്ള ഒരു സംഗതി EMCC കരാറാണ്. ഇവിടെ പലരും പറഞ്ഞു കാണുമായിരിക്കും. ഇപ്പോ കടപ്പുറത്ത് നമ്മുടെ മുഖ്യന് വേറൊരു വിശേഷമുണ്ട് കേട്ടോ. കേരളത്തിൽ ആദ്യമായിട്ട് കടപ്പുറത്ത് നിന്ന് അടികൊള്ളാതെ ഓടി രക്ഷപ്പെട്ട മുഖ്യൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ്, തിരുവനന്തപുരം വലിയതുറയിൽ. എന്താ അതിന്റെ കാരണം? ഓക്കി ദുരന്തമുണ്ടായപ്പോ സെക്രട്ടറിയിൽ ഇരുന്ന് ആലോചിക്കുക. സെക്രട്ടറിയിലും AKG സെന്ററിലും കൂടെ കുറെ ആളുകൾ ഇരുന്ന് ആലോചിക്കുന്നു, എങ്ങനെ പിരിക്കാം, ഗൾഫിൽ പോണോ, അമേരിക്ക പോണോ, UK പോണോ. ആ ചിന്തയെല്ലാം കഴിഞ്ഞു. അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് നിർമ്മല സീതാരാമൻ വരെ വന്ന് വലിയതുറയിൽ വന്ന് കടപ്പുറത്ത് ആളുകളുടെ വിശേഷങ്ങളും അവരുടെ സങ്കടങ്ങളും പങ്കുവച്ചപ്പോ ഇദ്ദേഹം കരുതി ഒന്ന് പൊക്കളയാം. 8ാം ദിവസം ഒന്ന് എഴുന്നള്ളി. നല്ല കയ്യൂക്കുള്ള ആമ്പിള്ളാരിലെ കടപ്പുറത്ത് അടി കിട്ടാതിരിക്കൂ. ആ തുഴയും എടുത്തുകൊണ്ട് വന്നപ്പോ കടകംപള്ളി സുരേന്ദ്രന്റെ വണ്ടിയിൽ കയറി രക്ഷപ്പെട്ട ആളാണ് മുഖ്യമന്ത്രി. അങ്ങനെ ഒരു റെക്കോർഡ് പുള്ളി സ്ഥാപിച്ചു. ഇന്ത്യയിൽ ആദ്യമായി കടപ്പുറത്ത് നിന്ന് അടി കൊള്ളാതെ ഓടി രക്ഷപ്പെട്ട മുഖ്യമന്ത്രി എന്നുള്ള ഒരു പേര് അത് അദ്ദേഹം സാധിച്ചതാണ്. അതിനുശേഷം ഈ EMCC കരാറുമായി വന്നപ്പോ നമ്മുടെ ചില നേതാക്കളൊക്കെ പറയുന്നതിൽ ചെറിയൊരു പെശ കൊണ്ട് കേട്ടോ. ഞാൻ തിരുത്താം. കാരണം ഞാനും ഈ BBCയുടെ ചാനൽ 4ന്റെ ലേഖകനായി കുറെ കാലം അമേരിക്കയിലുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഓഫീസിനടുത്താണ് ഈ ഷിജു വർഗീസ് എന്ന് പറഞ്ഞ് ഇതിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്ത ആളുടെ ഓഫീസ്. അയാൾ ഇന്നേ വരെ കടൽ കണ്ടിരിക്കുന്ന ഫ്ലൈറ്റിന്റെ ആ ജനലിൽ കൂടെ താഴേക്ക് നോക്കുമ്പോഴോ വല്ല ബോട്ടിൽ പോകുമ്പോഴോ മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ. അയാൾ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റാണ്. ഞങ്ങളൊരു ചാനൽ വഴി ഒരു അന്വേഷണം നടത്തിയപ്പോ അവിടെ പുള്ളിയുടെ ഒരു 2 ഷട്ടർ കടമുറിയുണ്ട്. അതിനകത്താണ് ഇദ്ദേഹത്തിന്റെ ഓഫീസ്, ഈ റിയൽ എസ്റ്റേറ്റ് ഓഫീസ്. അതിന് വാടക കൊടുത്തിട്ട് 7 മാസം കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ മാസം ഇത് അന്വേഷിച്ചപ്പോ 7 മാസം കഴിഞ്ഞ് അവിടെ വാടക കൊടുത്തിട്ട് ഇവിടെ കുണ്ടറയിൽ വന്ന് പത്രിക കൊടുത്തിട്ടുണ്ട്. ഇലക്ഷനിൽ ഇപ്പൊ അദ്ദേഹം മത്സരിക്കുന്നു സ്വതന്ത്രനായി. ആ മത്സരിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ വരവ് കാണിച്ചിരിക്കുന്നത് ആകെ 10,000 രൂപയാണ് അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോ നമ്മുടെ സർക്കാർ ഒരു പിച്ചക്കാരനാണോ ഈ 5,000 കോടി രൂപയുടെ കോൺട്രാക്ട് എഴുതി കൊടുത്തത്?
ഇത് ഈ കടപ്പുറത്ത് താമസിക്കുന്ന അങ്ങ് നെയ്യാറ്റിൻകര മുതൽ അങ്ങ് പാറശാല മുതൽ അങ്ങ് നമ്മുടെ കാസർഗോഡ് വരെ ഈ തീരത്തുള്ള ദശലക്ഷക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ അവരെ പട്ടിണിക്കിടാൻ, അവരുടെ പള്ളക്കടിക്കാൻ ചെയ്ത പണിയല്ലേ ഇത്? അങ്ങനെ മുഖ്യമന്ത്രിക്ക് അവിടെ നിന്ന് അടികൊള്ളാതോടി. പിന്നെ മറ്റൊരു പാൻഡ്യനുണ്ട് ഞങ്ങളുടെ ഫീൽഡിൽ തന്നെയുള്ള, ഇപ്പൊ കൊല്ലത്ത് ഇലക്ഷനുണ്ട്, അദ്ദേഹത്തെ 3 പ്രാവശ്യം കടപ്പുറത്ത് ഓടിച്ചാണ് മുകേഷ്. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ഞാൻ അവിടെ 3-4 യോഗത്തിന് പോയതാണ്. മുകേഷ് ഇപ്രാവശ്യം അന്തസ്സായിട്ട് വൻ ഭൂരിപക്ഷത്തോടെ തോൽക്കും. അതാണ് അവിടുത്തെ അവസ്ഥ. പിന്നീടുള്ളത് നമ്മുടെ കുണ്ട്ര അമ്മച്ചിയാണ്. ഈ EMCC കരാറിന്റെ കൂടെ കാര്യങ്ങൾ പറഞ്ഞപ്പോ നമ്മുടെ അമ്മച്ചി ഉണ്ടല്ലോ, നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രി, അമ്മച്ചി പറയുന്നത് ഞാൻ ആ MOU ഒന്നും സൈൻ ചെയ്തിട്ടില്ല. ഏത് MOU? ശരി, ഓക്കെ, അത് കഴിഞ്ഞപ്പോ തൊട്ട് പറയാൻ അടുത്ത ആള് വന്നു. ആര്? GP ജയരാജൻ. അലി ഏതാ അലിയാരേതാ തിരിച്ചറിയാൻ പറ്റാത്ത പാർട്ടിയാ. പുള്ളിയും വന്ന് പറഞ്ഞു എന്ത് എഗ്രിമെന്റ്? ഒരു എഗ്രിമെന്റും ഇല്ല, ഞാനിത് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അത് കഴിഞ്ഞപ്പം വൈകുന്നേരം നമ്മുടെ മുഖ്യമന്ത്രി വന്നു. 3-4 ദിവസം എല്ലാം കൂടെ പ്രഷറൈസ് ചെയ്തപ്പോ മുഖ്യമന്ത്രി പറഞ്ഞു ഞാനിത് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. സുഹൃത്തുക്കളെ, പ്രതിപക്ഷ നേതാവ് ഇതിന്റെ തെളിവുകൾ സഹിതം കൊണ്ടുവന്നപ്പോ ആ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് KSIDC ഒരു കത്ത് മാത്രം എഴുതി മേടിച്ചു. ആ കത്ത് കാട്ടി അതും പറ്റിക്കലാണ്. ഒറിജിനൽ എഗ്രിമെന്റ് ഇതേവരെയും ക്യാൻസൽ ചെയ്തിട്ടില്ല. ഇവരൊക്കെ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? അദാനിയെ പിടിച്ചിട്ട് ഇപ്പൊ വാർത്തകൾ വന്നുകൊണ്ടിരിക്കില്ലേ ശ്രീ ഫിറോസ്? അദാനിക്ക് തിരുവനന്തപുരം എയർപോർട്ട്, ആ വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നത് UDF സർക്കാരാണ്. തിരുവനന്തപുരം എയർപോർട്ട് ബിഡിങ്ങിന് വെച്ചിരിക്കുന്നു, അത് ലേലത്തിന് വെച്ചിരിക്കുന്നു. ലോകത്തുള്ള പല പല കമ്പനികളും ലേലത്തിന് കൊട്ടേഷൻ കൊടുത്തു, കേരള ഗവൺമെന്റും കൊടുത്തു. അത് അദാനിക്ക് കിട്ടി. പക്ഷെ അതിനകത്ത് ഒരു രസമുണ്ട് സുഹൃത്തുക്കളെ. കേരള ഗവൺമെന്റ് വേണ്ടി ഈ കൊട്ടേഷൻ തയ്യാറാക്കിയത് ആരാന്നറിയാമോ? ഗൗതം അദാനിയുടെ മരുമകൻ കേരള ഗവൺമെന്റ് കൊട്ടേഷൻ തയ്യാറാക്കുന്നു, അദാനി മറ്റൊരു കൊട്ടേഷൻ കൊടുക്കുന്നു. അപ്പൊ കേരള ഗവൺമെന്റ് ഉറപ്പായിട്ടും കിട്ടും, ഇല്ലേ? അങ്ങനെ അതും കിട്ടി. അപ്പൊ മുഖ്യൻ അപ്പോഴും പറഞ്ഞു അത് ഞങ്ങളുടെ എവിടെ സമരം ചെയ്യാൻ പോകുന്നു? 2 ദിവസം പത്രസമ്മേളനം ഉണ്ട്, അതും തീർന്നു. അപ്പൊ തിരുവനന്തപുരം എയർപോർട്ട് ഗോവിന്ദ, അത് പോയി. എറണാകുളത്ത് ആ ഹബ്ബ് വരെ എഴുതി കൊടുത്തു, ആ ഹബ്ബും പോയി. അതിന് തൊട്ടടുത്ത് 50 സെന്റ് സ്ഥലം എഴുതി കൊടുത്തു, അതും പോയി. ഇന്നലെ പറഞ്ഞിരിക്കുന്നു, ആരും അറിയാതെ ഒരു മാധവ പൊതുവാണെന്ന് പറഞ്ഞൊരു ജോത്സ്യരുണ്ട് കണ്ണൂര്. ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പോകും. ദൈവവിശ്വാസമൊന്നുമല്ല, പക്ഷെ ജോത്സ്യത്തിൽ ഭയങ്കര വിശ്വാസമാണ്. കാരണം തുട്ടടിക്കുന്ന അവിടുന്നാണ്, ഈ മാധവ പൊതുവാളുടെ അവിടുന്ന. മാധവ പൊതുവാളുടെ അവിടെ ഇദ്ദേഹവും ചെല്ലുന്നു, ഗൗതം അദാനിയും വരുന്നു. എന്തിനാ പോയത്? 1000 കോടി രൂപയുടെ ഒരു പദ്ധതി. എല്ലാവരും 1 രൂപ 65 പൈസ കൊടുത്ത് കേരളം 1 യൂണിറ്റും വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത 25 വർഷത്തേക്ക് 2 രൂപ 85 പൈസ വെച്ച് വൈദ്യുതി വാങ്ങാം എന്നുള്ള കരാറ് ഒപ്പിട്ട് കൊടുത്തതിന്റെ കമ്മീഷൻ വാങ്ങാൻ പോയതാ. ഈ കിറ്റ് കൊടുത്തതിനെ കുറിച്ചൊക്കെ വലിയ വാചകം അടിക്കുന്നു. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ കിറ്റ് കൊടുക്കുന്നതും പെൻഷൻ കൊടുക്കുന്നതും ഈ പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശാണോ? അതോ AKG സെന്ററിൽ നിന്ന് കൊണ്ടുവരുന്ന കാശാണോ? അതോ സഖാക്കന്മാര് പാട്ടപ്പിരിവ് നടത്തിക്കൊണ്ടുവരുന്ന കാശാണോ? ഇതൊന്നുമല്ലല്ലോ. എന്നെയും നിങ്ങളെയും പോലെ നികുതി കൊടുക്കുന്ന നമ്മളൊക്കെ കൊടുക്കുന്ന GSTയുടെ പെർസെന്റേജ് ഉൾപ്പെടുന്ന ഈ പണം എടുത്തല്ലേ ഈ ദൂർത്തെല്ലാം കാണിക്കുന്നത്? അതിന്റെ കൂടെയോ മറ്റൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനുണ്ട് നമ്മുടെ നാട്ടിൽ, ഡോക്ടർ തോമസ് ഐസക്. ഇപ്പൊ പറയുന്നത് കിട്ടും, ഞാൻ 2 വർഷം അവധി എടുക്കാൻ പോകുന്നു. കേരളം രക്ഷപ്പെട്ടേനെ. 2 മാസം അവധി എടുക്കാൻ പോവാ പാർട്ടിയിൽ നിന്ന്. ഞാൻ ഇനി നിൽക്കുന്നില്ല, ഇലക്ഷൻ നിൽക്കുന്നില്ലെന്ന് EP ജയരാജനും പറഞ്ഞു. അതും നന്നായി. അങ്ങനെ അദ്ദേഹമാണ് ഒരു കാര്യത്തിലാണ് പുള്ളിക്ക് സാമ്പത്തിക ശാസ്ത്രം, കടമെടുക്കുന്ന കാര്യത്തിൽ. 3 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ ഇന്നത്തെ കടം. എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവർക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും 1 ലക്ഷം രൂപയ്ക്കകത്ത് കടമുണ്ടാക്കി വെച്ചിട്ടാണ് ഈ കാലന്മാരുടെ നിന്ന് ഇറങ്ങിപ്പോണത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. നമ്മളോട് ചോദിച്ചിട്ടാണോ നമ്മളെ പണയം വെക്കുന്നത്? ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാം ശരിയാകും, ഞങ്ങളാൽ സാധിക്കാത്തതൊന്നുമില്ല. ശരിയാണ്, അറബിക്കടൽ എഴുതി കൊടുക്കാൻ ഇവരെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് അവരെ കൊണ്ട് സാധിക്കാത്തത് വേറെ ഒന്നുമില്ല. അതേപോലെ തന്നെയല്ലേ ജോസ് കെ മാണി? നിങ്ങൾക്കറിയാമല്ലോ, ഘടകകക്ഷിയിൽ ഒരാളായിരുന്നു ജോസ് കെ മാണി. ഈ ജോസ് കെ മാണി കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് മാണി സാറ് കോഴ മേടിച്ചു, വീട്ടില് നോട്ടെണ്ണുന്ന മെഷീനുണ്ട്, മറ്റേതുണ്ട്, മറിച്ചുണ്ടെന്നൊക്കെ പറഞ്ഞ് സഹാക്കന്മാർ വലിയ പ്രശ്നമായി. ഇപ്പൊ ഈ കടകംപള്ളി സുരേന്ദ്രനും തിരുവനന്തപുരത്ത് ഇലക്ഷൻ ശിവൻകുട്ടി ഉൾപ്പെടെ നിയമസഭയ്ക്ക് അകത്ത് കയറി കസേരകൾ എടുക്കുന്നു, നിലത്തടിക്കുന്നു, നിയമസഭയെ ഒരു ചന്തയ്ക്ക് തുല്യമാക്കുന്നു. ചന്ത പോലും അധിക്ഷേപിച്ചു അത് കേട്ട് കഴിഞ്ഞാല്. തുല്യമാക്കി അങ്ങ് കാസർഗോഡ് മുതൽ അങ്ങ് നെയ്യാറ്റിൻകരയുള്ള സഖാക്കന്മാരെ എല്ലാം കൂട്ടി 4 ദിവസം തിരുവനന്തപുരത്ത് വന്ന് ആ റോഡ് മൊത്തം നശിപ്പിച്ച് വൃത്തികേടാക്കി ഇല്ലായ്മ ചെയ്തിട്ട്
ബക്കറ്റ് പിരിവെടുത്തു. എന്തിന്? KM മാണിക്ക് പിരിവ് കൊടുക്കാൻ, ഈ പിച്ചക്കാശ് താങ്കൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കാൻ. അതും കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് KM മാണി മരിച്ചു. KM മാണി മരിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് എന്താ? പാലാ സിറ്റിയില്, അതായത് പാലാ ജംഗ്ഷൻ മുനിസിപ്പാലിറ്റിയില് 15 സെന്റ് സ്ഥലം, 5 കോടി രൂപ ഒരു വെങ്കല പ്രതിമ ഉണ്ടാക്കാൻ. കാരണം നോട്ടടിക്കുന്ന മെഷീനുള്ള ആശാനല്ലായിരുന്നു. ആ മെഷീൻ ഇപ്പോ AKG സെന്ററിൽ ഉണ്ടെന്നാണ് പരിദൂഷക്കാര് പറഞ്ഞു കേൾക്കുന്നത്. അതിപ്പോ AKG സെന്ററല്ല. ഇത് കൊടുത്തിട്ട് സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കാൻ വരുന്നത് ഇവിടുത്തെ എതിർ സ്ഥാനാർത്ഥി അബ്ദുറഹ്മാന്റെ കൂടെ ചില കാര്യങ്ങൾ ഓർത്തിട്ടാണ്. അതായത് ജോസ് കെ മാണിയുടെ ചിഹ്നം 2-ലെയായിരുന്നു. ഈ അബ്ദുറഹ്മാന്റേത് കപ്പും സോസറുമാണ്. അദ്ദേഹം ഇതൊരു പെയ്ഡ് സീറ്റാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. പരദൂഷണക്കാരായിരിക്കും, എനിക്ക് അറിയില്ല കേട്ടോ. കഴിഞ്ഞ വർഷം മുതൽ ഒരു പെയ്ഡ് സീറ്റാണ് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഇത്ര വലിയ ആദർശം പറയുന്ന ആളുകളാണെങ്കിൽ എന്തുകൊണ്ട് പാർട്ടി ചിഹ്നത്തിൽ നിർത്താൻ ഒരു കുറ്റിച്ചൂലിനെ പോലും ഇവിടെ കിട്ടിയില്ല? അപ്പൊ ഈ നിൽക്കുന്ന അബ്ദുറഹ്മാൻ പൈസയുടെ കാര്യത്തിൽ മാത്രമല്ലേ ഇവിടെ നിൽക്കുന്നത്? അബ്ദുറഹ്മാൻ ഒരു കാര്യം മാത്രം ഓർത്തു, ഈ നിൽക്കുന്ന ജനക്കൂട്ടത്തിന്റെ വോട്ട് മാത്രം മതി, 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിനുണ്ടാവും. അതുകൊണ്ട് ഈ താങ്കളുടെ ഈ കപ്പും സോസറും ഒക്കെ നിലത്ത് വീണ് പൊട്ടിപ്പോയി മാഷേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഈ ജോസ് കെ മാണി ഇത് കഴിഞ്ഞപ്പോ ഈ അബ്ദുറഹ്മാൻ ആണെങ്കിലും ഈ ജോസ് കെ മാണിയുടെ ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഈ സഖാക്കന്മാർ ഈ ബോളിംഗ് ബൂത്ത് കയറി ചെല്ലുമ്പോ എങ്ങനെയാണ് സുഹൃത്തുക്കളെ അരിവാൾ ചുറ്റികയില്ലാതെ ഈ ചിഹ്നത്തിലൊന്ന് കുത്താൻ തോന്നുക? ഈ ചുവന്ന കൊടി പിടിക്കുന്ന ഒരു വീറും വാശിയൊക്കെ ഇല്ലേ? അതോ ഇപ്പൊ അതെല്ലാം പോയോ? നേതാക്കന്മാര് ഛർദ്ദിച്ചു തരുന്ന ഛർദ്ദിൽ മാത്രം പറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ ഉള്ളോ ഇവർക്ക്? അത് കഴിഞ്ഞപ്പോഴാണ് ജോസ് കെ മാണി 2-3 സീറ്റ് കിട്ടും, മധ്യ കേരളത്തിൽ കുറെ സീറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ജോസ് കെ മാണിയെ പിടിച്ച് കൂടെ നിർത്തി. മോനെ ജോസ് മോനെ ഇങ്ങി വാ, ഞങ്ങൾ എടുത്തോളാം, താങ്കൾക്കൊരു 13 സീറ്റും തരാമെന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാടി വാലി ചുരുട്ടി അങ്ങേരും വന്നു. ജോസ് കെ മാണിയോട് എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ജോസ് കെ മാണി, താങ്കളുടെ വാപ്പാന്ന് പറയാം, ഇവിടെ മലപ്പുറം ആയതുകൊണ്ട് താങ്കളുടെ വാപ്പായെ കള്ളനെന്നും കൊലപാതകയെന്നും കാബാലികനെന്നും പിന്നെ കരിഞ്ചന്തക്കാരനെന്നും ഒക്കെ വിളിച്ച ഒരു ഗ്രൂപ്പിന്റെ കൂടെ തനിക്ക് എങ്ങനെ പോകാൻ പറ്റി? എടോ, അങ്ങനെ പോവാതിരിക്കണമെങ്കിൽ താൻ വാപ്പായ്ക്ക് പറക്കണോടോ ജോസ് കെ മാണി. അതാണ് അവിടെ നടന്നത്. എന്തായാലും ഈ ഇലക്ഷനോടുകൂടി ഒരു കാര്യം തീരുമാനമാവും. കേരളത്തില് 13 മണ്ഡലത്തിൽ ജോസ് കെ മാണിയുടെ 2 അത് ആട് കടിച്ചുപോയി. അത് ഏത് ആടാ കടിച്ചതെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ഈ ഇല ആട് കടിച്ചത് കേരളത്തിൽ ദുരിതമുണ്ടായപ്പോ, വെള്ളപ്പൊക്കമുണ്ടായപ്പോ അവിടെ ഒരു ഉമ്മയുണ്ടായിരുന്നു കൊല്ലം ജില്ലയില്. ആ ഉമ്മ വളർത്തിയിരുന്ന 5 ആടുകളെ വിറ്റാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുത്തേണ്ട 6000 രൂപ. മുഖ്യമന്ത്രി വരുന്ന തള്ളുന്നത് കണ്ടല്ലോ, TV-യിൽ എല്ലാ ദിവസവും നമുക്ക് കാണാമായിരുന്നല്ലോ. ആ ആടുകളാണ് ആ ഇല കടിച്ചു പോയത്. അതുകൊണ്ട് അത് തീർന്നു. അതേപോലെ ഈ സോസറും കപ്പും ഇതേപോലെ വീണ് പൊട്ടും, യാതൊരു സംശയവുമില്ല. അതും ഉറപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഫിറോസിനെ കുറിച്ച്. ഞാനും ഫിറോസ്, ഞാൻ പറഞ്ഞില്ലേ, പല പ്രാവശ്യം ഞങ്ങൾ TV-യിലൊക്കെ ഒരുമിച്ച് സംവാദത്തിന് ഇരുന്നിട്ടുണ്ട്. അതും ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇരുന്നിട്ടുള്ളത് ഞങ്ങളുടെ ഫീൽഡിൽ നിന്ന് തന്നെ ഒരു പെൺകുട്ടിയെ ദാരുണമായി ചില ആളുകൾ റേപ്പ് ചെയ്തു. അതിന്റെ കേസ് നടക്കുന്നു. ഒരു നടനാണ് അതിലെ പ്രധാന പ്രതി. ആ സമയത്താണ് ഞങ്ങൾ ഇരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫിറോസിനെ പോലെ ഉള്ള ഒരാൾ കത്വ കേസിലാണെങ്കിലും ഇതിലാണെങ്കിലും പാലത്തായി കേസിലാണെങ്കിലും ഏതിലാണെങ്കിലും പെൺകുട്ടികളുടെ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടായാൽ അതിന്റെ മുമ്പിൽ ഇരട്ടച്ചങ്കനായി നിൽക്കുന്ന ഒരാള്, യുവത്വം തുളുമ്പുന്ന ഒരാള്, പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്ന ഒരാള്. അല്ല, നിയമസഭയിൽ ചെല്ലുമ്പോ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോ അയ്യോ അറിഞ്ഞില്ല കേട്ടോ 1, 2, 3 ഇങ്ങനെ സ്വന്തം ഒപ്പിടാൻ പോലും അരമണിക്കൂർ എടുക്കുന്ന ഒരു മന്ത്രി മണിയാണ് അവിടെ ഇരിക്കുന്നത്. അതേപോലെ ആവില്ല ഫിറോസൊക്കെ അവിടെ ചെന്നാൽ, കേരള നിയമസഭയിൽ ചെന്നാൽ താനൂരിന് വേണ്ടി ശബ്ദിക്കുന്ന, സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന, ഈ നാട്ടിലെ പാവപ്പെട്ടവന് വേണ്ടി ശബ്ദിക്കുന്ന, മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു യുവത്വം നിറഞ്ഞ ഒരു വലിയ ശബ്ദം കേരള നിയമസഭയിൽ ഉയർന്നു കേൾക്കും. അത് കേൾക്കണം. അതാണ് PK ഫിറോസ്. ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഫിറോസിനെ പോലെയുള്ള ചെറുപ്പക്കാരടങ്ങിയ 140 മണ്ഡലങ്ങളിൽ ഈ സർവേയുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ തീർത്തേക്കാം. ഈ സർവേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉൾപ്പെടുന്ന ഈ ചാനലുകളൊക്കെ സർവേ നടത്തും. ഈ സർവേ നടത്തേണ്ട കാരണം, ഈ കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് ഇവർ ഭരണത്തിലേറി ഉടനെ തന്നെ നാം മുന്നോട്ടെന്ന് പറഞ്ഞ ഒരു പരിപാടി എല്ലാ ദിവസവും എല്ലാ ചാനലിലും കൊടുക്കും. 2 ലക്ഷം രൂപയാണ് ഒരു ദിവസം ഒരു എപ്പിസോഡ് കൊടുക്കുന്നതിന്. എത്ര കോടി രൂപയുണ്ട്? 48 കോടി രൂപ എങ്ങാണ്ടാണ് എന്റെ ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത് മൊത്തത്തില്. കൊടുത്തു തീർത്ത പൈസ. അതേപോലെ പത്രങ്ങൾക്ക് പരസ്യം.
ഈ ഇടയ്ക്ക് നിങ്ങൾ കണ്ടു മാതൃഭൂമിയിൽ ഒരു ഫുൾ പേജ് 2000 സ്ക്വയർ മീറ്റർ പരസ്യം ഒരു ഫുൾ പേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 1,28,00,000 രൂപ. അങ്ങനെ 2-3 പേജ് ഫുൾ പേജ് പരസ്യം മാതൃഭൂമി, മനോരമ ഈ ഇടയ്ക്ക് ഉറുദു പത്രത്തിൽ വരെ കൊടുത്തു പറയുന്നത് കേട്ടു. ഉറുദുവിൽ ആരാ? പിണറായി വിജയന്റെ അമ്മായിയപ്പൻ ഇരിക്കുന്നു അവിടെ വായിക്കാൻ. ഇതിൽ വരെയാണ് പരസ്യം കൊടുത്തിരിക്കുന്നത്. ഇത്രയും പരസ്യങ്ങൾ കൊടുത്ത് 25 കോടി രൂപ ഒരു ദിവസം ചെലവഴിച്ച് ഏതാണ്ട് 5 വർഷം കൊണ്ട് 752 കോടി രൂപ ചെലവഴിച്ച പിണറായി വിജയന് വേണ്ടി എങ്ങനെയാണ് ഈ പത്രങ്ങൾ സർവേ നടത്താതിരിക്കുന്നത്? ഏതാണ്ട് 2 ലക്ഷം വോട്ടുകളുള്ള ഒരു മണ്ഡലത്തിൽ ചെന്നാൽ 10, 150, 200 പേരെ അങ്ങോട്ട് ഇന്റർവ്യൂ ചെയ്യും. ചിലപ്പോൾ രാവിലെ ചായക്കടയിലായിരിക്കും ചെല്ലുന്നത്, ഒരു പണിയില്ലാതെ സഹാക്കൾ അവിടെ ഇരിക്കും. ചേട്ടാ ആർക്ക് വോട്ട് ചെയ്യും? ഞങ്ങൾ LDF വോട്ട് ചെയ്യും, CPM ആണ് നമ്മുടെ രാജാവ്, കാരണം പരിപ്പൂടെയും ചായ കുടിക്കാൻ പോയിരിക്കുന്ന ഇങ്ങനെയുള്ള കുറെ പേരെ വിളിച്ച് സർവേ ചെയ്താൽ സുഹൃത്തുക്കളെ LDF പോരുവോ? പോരത്തില്ല. അപ്പം നാം മുന്നോട്ടാണ്. അഴിമതിയിൽ എന്ന് എഴുതാൻ മറന്നുപോയതാ, അത് വിട്ടുപോയി. അതുകൊണ്ട് എന്താണെങ്കിലും ഇന്റലിജൻസ് സർവേ വന്നിട്ടുണ്ട്, കേന്ദ്ര ഇന്റലിജൻസ് സർവേ 91 മുതൽ 102 വരെ സീറ്റുകൾ. കേരള ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഒരു പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിൽ 88 മുതൽ 118 വരെ. ചുമ്മാതാണോ മുക്കിന് പിണറായി വിജയൻ ജാഥയ്ക്ക് പോകും? ഞാൻ ഈ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഈ ആൾക്കൂട്ടം കണ്ട് ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞില്ല, അജ്മൽ ശ്രീകണ്ഠൻ, അദ്ദേഹത്തിന് ഒരു ചാർജ് കൊണ്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ചാർജ്. അപ്പൊ ഈ എറണാകുളം ജില്ലയിലൊക്കെ പിണറായി വിജയൻ ഇങ്ങനെ ജാഥയ്ക്ക് വരുമ്പോൾ ഭയങ്കര ജനക്കൂട്ടം. അപ്പൊ എല്ലാവരും പറയുന്നു പിണറായി ചെല്ലുന്നിടത്തെല്ലാം ജനക്കൂട്ടം, ജനസഞ്ചയം എന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഈ സിനിമയിൽ ആൾക്കൂട്ടം ഷൂട്ട് ചെയ്യാനായിട്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ വിളിക്കും. 1000 രൂപയും ഒരു ദിവസം ഭക്ഷണവുമാണ് അവരുടെ ചാർജ്. ഞങ്ങളുടെ ഒരു യൂണിയൻ നേതാവ് ഇടയ്ക്ക് അജ്മലിനെ എന്നെയൊക്കെ വിളിച്ചു പറഞ്ഞു, സാറേ ക്ഷമിക്കണം, ഞങ്ങൾ UDF വോട്ട് ചെയ്യൂ, പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല സാർ, കോവിഡൊക്കെ അല്ലേ, പക്ഷെ ഞങ്ങൾക്കൊരു കോൾ വന്നിട്ടുണ്ട്, ഞങ്ങൾ ചീത്ത പറയരുത്. ഞാൻ എന്താണ് സാർ? അത് മുഖ്യമന്ത്രിയുടെ ജാഥയ്ക്ക് പോയാൽ 1000 രൂപയും ഒരു ബിരിയാണി ഒരു പൈന്റും കിട്ടും. ഇതാണ് കേരള മുഖ്യമന്ത്രിയുടെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോയാൽ 1000 രൂപയും ഒരു ബിരിയാണിയും ഒരു പൈന്റും. അങ്ങനെ ആളിനെ കൂട്ടുന്ന ഒരു മുഖ്യമന്ത്രിയും ആദ്യമായിട്ടുണ്ടായത് കേരളത്തിലാണ്. ചരിത്രങ്ങൾ ഒരുപാടുണ്ട്, സമയക്കുറവ് പോലും പറ്റുന്നില്ല. എന്തായാലും ഞാൻ ഇനിയും ഈ താനൂര് വരും. ഞാൻ ഇനി താനൂര് വരുന്നത് നമ്മുടെ PK ഫിറോസ് ഇവിടെ വിജയശ്രീലാളിതനായി താനൂരിന്റെ MLA ആയി നിയമസഭയിൽ പോകുന്നതിന് മുമ്പ് ഈ താനൂർ തീർച്ചയായും ഞാനൊന്ന് വന്നിരിക്കും, നിങ്ങളെ ഒന്ന് കണ്ടിരിക്കും. കുറച്ച് കാര്യങ്ങളോട് ഇനി പറയാനുണ്ട്, അത് ആ സമയം തീർച്ചയായും ഞാൻ പറയും. ശ്രീ PK ഫിറോസിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അദ്ദേഹം ഈ എഴുത്തും വായനയും ഒന്നും ഇല്ലാത്തവന്റെ കൂടെ അല്ലാതെ നല്ലൊരു തലമുറയുടെ കൂടെ ഏതാണ്ട് 118 സീറ്റെങ്കിലുമുള്ള UDFന്റെ ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ പറ്റുമെങ്കിൽ ശ്രീ ഫിറോസ് ഒരു സ്റ്റേറ്റ് കാറിലൂടെ വന്നിറങ്ങണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഫിറോസിന് എല്ലാവിധ നന്മകളും നേരുന്നു, എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്. ഹലോ പ്രിയമുള്ളവരെ, നമ്മുടെ ജാഥക്കിടയിൽ നിസാറിന്റെ മക്കളായ ഷാമിൽ, ഷാബിൽ എന്നീ 2 ചെറിയ കുട്ടികളെ കാണാതായിട്ടുണ്ട്. എല്ലാവരും ഒരു ശ്രദ്ധയിൽ വെക്കണം എന്ന് സൂചിപ്പിക്കാൻ. ഹലോ ഇവിടെ ചിലരുടെ ചിരിമായോ നമ്മുടെ നാടിൻ നായകനായി PK ഫിറോസ് ഇനി വാഴും. അടവേ താനൂറിനി മാറും ഇവിടെ ചിലരുടെ ചിരിമായോ നമ്മുടെ നാടിൻ നായകനായി PK ഫിറോസ് ഇനി വാഴും.
ഫിറോസിന് ഒരു വോട്ട്, കോണിയിലെ ഗണമാ വോട്ട്. സന്മതിയുള്ളൊരു സ്നേഹിതരെ, നന്മ നിറഞ്ഞൊരു സോദരരെ, സമ്മതിദാനം കോണിക്ക് പി.കെ. ഫിറോസിന് നൽകിടണേ. അടവേ താനൂറിനി മാറും, ഇവിടെ ചിലരുടെ ചിരിമായു. നമ്മുടെ നാടിൻ നായകനായി പി.കെ. ഫിറോസ് ഇനി വാഴും. അടവേ താനൂറിനി മാറും, ഇവിടെ ചിലരുടെ ചിരിമായു. നമ്മുടെ നാടിൻ നായകനായി പി.കെ. ഫിറോസ് ഇനി വാഴും. മണ്ഡലമിനിയൊരു നവജീവൻ നേടണം, അതിനിത ഒരു തീരൻ. പി.കെ. ഫിറോസിത വരവായി, വോട്ടുകൾ നൽകുക ദയവായി. സേവന പരിചയം മുതൽ കൂട്ട്, UDF-ന് ഒരു വോട്ട്. ജനഹിത ഭരണം പുലരാനായി പി.കെ. ഫിറോസ് ജയിക്കട്ടെ. അടവേ താനൂറിനി മാറും, ഇവിടെ ചിലരുടെ ചിരിമായു. നമ്മുടെ നാടിൻ നായകനായി പി.കെ. ഫിറോസ് ഇനി വാഴും. അടവേ താനൂറിനി മാറും, ഇവിടെ ചിലരുടെ ചിരിമായു. നമ്മുടെ നാടിൻ നായകനായി പി.കെ. ഫിറോസ് ഇനി വാഴും. ശാന്തി സമയത്വവും സാന്ത്വനമേ നൽകാൻ നമ്മുടെ ഒരു വോട്ട് പി.കെ. ഫിറോസിന് നൽകണമേ. ഒരു നവഭരണം പുലരട്ടെ, കടുകാര്യസ്ഥത തുലയട്ടെ. നമ്മുടെ കേരളം ഉണരട്ടെ, UDF ഭരിക്കട്ടെ. അടവേ താനൂറിനി മാറും, ഇവിടെ ചിലരുടെ ചിരിമായു. നമ്മുടെ നാടിൻ നായകനായി പി.കെ. ഫിറോസ് ഇനി വാഴും. അടവേ താനൂറിനി മാറും, ഇവിടെ ചിലരുടെ ചിരിമായു. നമ്മുടെ നാടിൻ നായകനായി പി.കെ. ഫിറോസ് ഇനി വാഴും. താങ്ക് യു, താങ്ക് യു. നമ്മുടെ വിശിഷ്ട അതിഥി കടന്നു പോവുകയാണ്. എല്ലാവരും സഹകരിക്കണം. അതുകൊണ്ട് ആരും എല്ലാം ബുദ്ധിമുട്ടിക്കരുത്. വാഹനത്തിന്റെ അടുത്തേക്ക് പോകണം. എല്ലാ വളണ്ടിയേഴ്സും ദയവ് ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കാം. നമ്മോട് വോട്ടഭ്യർത്ഥിക്കാൻ ഏറ്റവും പ്രിയങ്കരനായ ഐക്യജനാധിപത്യ മുന്നണിയുടെ സമുന്നതനായ സാരഥി ശ്രീ പി.കെ. ഫിറോസ് സാഹിബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കും.
I hope to see you soon. I hope to see you soon, right? Till then, you stay safe, stay healthy, right? Stay healthy, but don't forget to vote for this man. Yeah, thank you so much. Yeah, meanwhile, the gentleman has come up with this book, and I request you all the readers who are here, to go through this book and enjoy reading. I'm also working on my book, all the pain, struggle that I have seen since 2018, right? So I hope that very soon that book is with you and you all read that, right? For that also I need your support. So taking your leave, thank you so much. God bless you all. Stay healthy, stay safe. And love this man. Trust this man. Thank you so much. ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മൾ എത്ര നന്ദിയാണ് ദീപിക സിംഗ് രജാവത്തിനോട് പറയേണ്ടത് എന്നറിയില്ല. കാരണം അത്രയേറെ ദൂരെ നിന്ന് നമ്മുടെ ഒരു ഇലക്ഷൻ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് അവരിവിടെ വന്നത്. അതുകൊണ്ട് ആദ്യമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകനും വേണ്ടി പ്രിയപ്പെട്ട ദീപിക സിംഗ് രജാവത്തിന് പ്രത്യേകമായ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. എനിക്കെൻ്റെ സഹപ്രവർത്തകരോട്, യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പ്രവർത്തകരോട്, നിങ്ങൾ ഒരുപാട് ദൂരം ഇന്ന് കാൽനടയായി സഞ്ചരിച്ചു. നിങ്ങളൊക്കെ വളരെ ക്ഷീണിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാളെ നമ്മൾ സ്ക്വാഡ് വർക്ക് നടത്തേണ്ട ദിവസമാണ്. നമുക്കിനി ക്ഷീണിച്ചിരിക്കാൻ ഒരു നിമിഷം പോലും സമയമില്ല എന്നതാണ് എനിക്കെൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ ഓർമ്മപ്പെടുത്താനുള്ളത്. എത്ര ക്ഷീണമുണ്ടെങ്കിലും നമ്മൾ നാളെ അതിരാവിലെ വീട് കയറുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടും. കാരണം ദീപിക സിംഗ് ഇവിടെ വന്നിട്ട് നമ്മളെ വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു ചരിത്ര വിജയം എന്ന ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നമുക്ക് നിർവഹിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ സത്യത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പാർലമെൻ്ററി രംഗത്ത് ആദ്യമായിട്ടാണ്, ഒരു കന്നി അംഗമാണ്. ഈ ഒരു മത്സരരംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് അപവാദങ്ങൾ, ഒരുപാട് കള്ളപ്രചരണങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ ഇടതുപക്ഷം നടത്തിയത് നിങ്ങളൊക്കെ കണ്ടു. സത്യത്തിൽ എൻ്റെ കാൽനൂറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തന രംഗത്ത് അതിശക്തമായ നിലപാട് അഴിമതിക്കെതിരായി, സ്വജനപക്ഷപാതത്തിനെതിരായി, മയക്കുമരുന്ന് ലോബിക്കെതിരായി സ്വീകരിച്ചപ്പോൾ ആ നിലപാടിന് അംഗീകാരം ലഭിക്കുന്നതിന് പകരമായി CPM-ന്റെ ഈ കള്ളപ്രചരണങ്ങളിൽ ജനങ്ങൾ വിശ്വസിച്ചു പോകുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. എനിക്ക് ആദ്യം ഊർജം നൽകിയത് ഒരു കാരണവർ ഒരു വീഡിയോ കണ്ടപ്പോഴാണ്. കത്തുവ കേസ് പറഞ്ഞിട്ട് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കാരണവർ 2 CPM പ്രവർത്തകരെ ആട്ടി ഓടിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല. ഈ പരിപാടി അദ്ദേഹം കേൾക്കുന്നുവെങ്കിൽ, ഈ വീഡിയോ വഴി അദ്ദേഹം പിന്നീട് എപ്പോഴെങ്കിലും കാണുന്നുവെങ്കിൽ, ഞാൻ മനുഷ്യനെ ഈ അവസരത്തിൽ സല്യൂട്ട് ചെയ്യുകയാണ്, അഭിനന്ദിക്കുകയാണ്. അതുപോലെയുള്ള ഒരുപാട് കാരണവന്മാർ, ഒരുപാട് പ്രായം ചെന്ന ഉമ്മമാർ, അമ്മമാർ, ചേച്ചിമാർ, അവരൊക്കെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നൽകിയ പിന്തുണയാണ് സത്യത്തിൽ ഇവിടെ നിൽക്കാൻ എനിക്ക് ഊർജമായത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, 3-4 ദിവസം മുമ്പ്, ഈ കത്തുവ കേസിലെ പിതാവും എതിർ സഹോദരനും കോഴിക്കോട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ അഷ്റഫ് അലിയും ഫൈസൽ ബാബുവും ഒക്കെ വിളിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്ത് പണിയാണ് നിങ്ങൾ ഈ കാണിച്ചത്? ആ സാധുക്കൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? അപ്പം അവരെന്നോട് പറഞ്ഞു, ഞങ്ങളൊന്നും പറഞ്ഞിട്ട് വന്നതല്ല. CPM ഈ കത്തുവ കേസ് ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്നറിഞ്ഞിട്ട്
അഭിഭാഷകൻ പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് അവർ വന്നതാണ് ഇലക്ഷൻ ക്യാമ്പയിൻ, എൻ്റെ ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും അവരെ ഇലക്ഷൻ ക്യാമ്പയിൻ ഇറക്കാൻ പറ്റൂല. ഞാൻ അവരോട് ക്ഷമ ചോദിച്ചു. അവരെന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ അവരോട് ക്ഷമ ചോദിച്ചു. ഈ CPM അവരെന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. കത്വ കേസിനെതിരെ രാജ്യത്ത് അതിശക്തമായി നിലപാട് സ്വീകരിച്ചത്, ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടി കശ്മീരിന്റെ തെരുവീതികളിൽ, ജമ്മുവിന്റെ താഴ്വരയിൽ വലിയ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് RSSഉം BJPയുമാണ്. കത്വ കേസിനെതിരായി രണ്ടാമത് ഏതെങ്കിലും ഒരു പാർട്ടി നിലകൊണ്ടിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ CPM ആണ് എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ആ CPMനെതിരെ ഞങ്ങൾക്ക് സംസാരിക്കണം, ഏതെങ്കിലും പരിപാടിയിൽ ഞങ്ങൾ സംസാരിക്കണം. ഞാൻ പറഞ്ഞു പറ്റൂല. ആ പാവപ്പെട്ട പിതാക്കളെ, പിതൃ സഹോദരനെ ഒരു രാഷ്ട്രീയ വേദിയിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. പക്ഷെ അവർ പറഞ്ഞു എന്നാൽ ഒരു വീഡിയോയിലൂടെയെങ്കിലും ഞങ്ങൾക്ക് സംസാരിക്കണം. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? അവർ പറഞ്ഞത് കണ്ടില്ലേ? എന്താണ് അതിന്റെ യാഥാർത്ഥ്യമെന്ന് അവർ വിളിച്ചു പറഞ്ഞില്ലേ? അത് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് അഹമ്മദ് സാജു എന്നെ വിളിക്കുന്നത്. ഏത് കാരണത്തിലാണോ, ഏത് വ്യക്തിയെയാണോ ഈ കത്വ കേസിനെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രചരണം നടത്താൻ വേണ്ടി ശ്രമിച്ചത്, ആ വ്യക്തി അഡ്വക്കേറ്റ് ദീപിക സിംഗ് രജാവത്ത് നിങ്ങളുടെ പരിപാടിയിൽ ഇലക്ഷൻ ക്യാമ്പയിന് വരാൻ വേണ്ടി തയ്യാറാകുന്നു, വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സന്തോഷം, വന്നോട്ടെ. നമ്മൾ ഇന്ന് രാവിലെയാണ് ഇത് അനൗൺസ് ചെയ്തത്. ഇന്നലെ രാത്രി അവരിവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ അനൗൺസ് ചെയ്തത് മുതൽ CPMന്റെ സമുന്നതരായ നേതാക്കന്മാർ, ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല, പല രീതിയിൽ പ്രഷർ ചെലുത്തി, പല രീതിയിൽ ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിയുടെ ഒന്നും മുമ്പിൽ മുട്ടുവിറക്കാതെയാണ് ദീപിക സിംഗ് രജാവത്ത് ഇവിടെ വന്നത്. RSSനെ പേടിക്കാത്ത ദീപിക സിംഗ് ആണോ ഈ CPMനെ പേടിക്കുന്നത്? സംഘ് പരിവാറിനെ പേടിക്കാത്ത ദീപിക സിംഗ് രജാവത്താണോ ഈ CPMനെ പേടിക്കുന്നത്? അവരോട് വന്ന് പറഞ്ഞ വാക്കില്ലേ, ഞാൻ പറയട്ടെ, എൻ്റെ 4 നൂറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തനം ധന്യമായി എന്ന് ഞാൻ വിശ്വസിക്കാൻ അത് മാത്രം മതിയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായിട്ട് അതൊക്കെ പറയും. അതെ, സൂചന പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം. ഞാൻ പേരൊന്നും പറയുന്നില്ല, സൂചനയൊക്കെ നമുക്ക് പറയാം. ചിലപ്പോ അവര് തന്നെ പറയും, പിന്നെ എന്തിനാ ഞാൻ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, പോരാട്ടത്തിനുള്ള സമയമാണ്. ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് അവസാന നിമിഷമായതുകൊണ്ട് പറയണം, നാളെയും മറ്റന്നാളും പല അടവുമായിട്ട് വരും. നമ്മളെ പ്രകോപിപ്പിക്കാനുള്ള നീക്കം ഉണ്ടാവും. ഇപ്പോൾ 1-2 വണ്ടി ഇതിലെങ്ങനെ പോയില്ലേ, ഈ പരിപാടി ഇങ്ങനെ നടക്കുമ്പോൾ 1-2 വണ്ടി പോയി നമ്മളെ പ്രകോപിപ്പിക്കാൻ നീക്കം നടന്നില്ല. എന്ത് പ്രകോപനം ഉണ്ടായാലും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമുക്ക് ഒരുപാട് പ്രതിഷേധം രേഖപ്പെടുത്താനുണ്ട്. RSSനോടൊപ്പം ചേർന്ന് ഈ കത്വ കേസിനെതിരായി, ഈ കത്വ കേസിനെ പോലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വലിച്ചിഴച്ചവരോട് നമുക്ക് പ്രതിഷേധം രേഖപ്പെടുത്തണ്ടേ? കള്ളക്കഥകൾ പ്രചരിപ്പിച്ചവരോട് നമുക്ക് പ്രതിഷേധം രേഖപ്പെടുത്തണ്ടേ? വാളയാറിലെ കുഞ്ഞുങ്ങൾ, 2 കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടപ്പോ ആ കൊലയാളികളെ രക്ഷപ്പെടാൻ സമ്മതിച്ചവരോട്, അതിന് സഹായം ചെയ്തവരോട് നമുക്ക് പ്രതിഷേധം രേഖപ്പെടുത്തണ്ടേ? പാലത്തായിലെ പാവപ്പെട്ട പെൺകുട്ടി പീഡനത്തിനിരയായപ്പോ ആ പ്രതിയെ സഹായിക്കാൻ വേണ്ടി ചാർജ് ഷീറ്റിൽ പിണറായി വിജയന്റെ പോലീസ് സേവാന്മാർ എഴുതി വെച്ചത് നിങ്ങൾ കണ്ടില്ലേ? ആ പിണറായി വിജയൻ സർക്കാരിനെതിരെ നമുക്ക് പ്രതിഷേധം രേഖപ്പെടുത്തണ്ടേ? നമ്മുടെ പൊന്നുമോൻ ഇസാക്കിനെ കൊന്നവരോട് നമുക്ക് പ്രതികാരം ചെയ്യണ്ടേ? നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ റാസിക്കിനെ കൊന്നവരോട് നമുക്ക് പ്രതികാരം ചെയ്യണ്ടേ? ആരെയെങ്കിലും ആക്രമിച്ചിട്ടല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രതികാരം. ആരെങ്കിലും ഒരു പോറല് പോലും ഏൽപ്പിച്ചിട്ടല്ല, ഒരു നഖം കൊണ്ടൊരു പോറല് പോലും ഏൽപ്പിച്ചിട്ടായിരിക്കരുത് നമ്മുടെ പ്രതികാരം. നമ്മുടെ പ്രതികാരം 6-ാം തീയതി പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ 2ാമത്തെ ചിഹ്നമാണ് കോണി. ആ കോണിയിൽ ചെറിയ ഭൂരിപക്ഷമൊന്നും കൊടുത്താൽ പോരാ, ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി നിങ്ങൾ എന്നെ വിജയിപ്പിക്കണം. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറയാം, ഈ ഗ്രാമങ്ങളിലുടനീളം സഞ്ചരിച്ച് നിങ്ങളുടെയൊക്കെ പ്രയാസങ്ങൾ കേട്ട്, നിങ്ങളുടെയൊക്കെ സങ്കടങ്ങൾ കേട്ട് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, 5 കൊല്ലം നിങ്ങൾ ഏപ്രിൽ 6-ാം തീയതി വരെ മാത്രം പ്രവർത്തിച്ചാൽ മതി, അത് കഴിഞ്ഞ് നിങ്ങൾ വിശ്രമിച്ചോ, 5 കൊല്ലം ഞാനുണ്ടാകും നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ. നിങ്ങളുടെ കുടിവെള്ള പ്രശ്നവും, നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നവും, നിങ്ങളുടെ വീട്ടിലെ രോഗികളുടെ പ്രശ്നവും, ഈ റോഡിന്റെ പ്രശ്നവും, ഈ പാലത്തിന്റെ പ്രശ്നവും, ഈ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രശ്നവും, നമ്മുടെ കായിക താരങ്ങളുടെ
ചരിത്ര പ്രസിദ്ധമായ പ്രഖ്യാപനം നിങ്ങൾ എത്ര കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. ആ കായിക താരങ്ങൾക്ക് നമുക്ക് പ്രോത്സാഹനം കൊടുക്കണ്ടേ? അങ്ങനെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. 5 കൊല്ലം മുമ്പ് ഇവിടെ വന്ന് നടത്തിയ പ്രഖ്യാപനം പോലെയല്ല നമ്മുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി നടത്തിയ പ്രഖ്യാപനം പോലെ ആയിരിക്കില്ല. 5 കൊല്ലം കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് 5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഏത് പ്രശംസാവാചകത്തെക്കാളും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഒരൊറ്റ വാക്കാണ്: വാക്കുപാലിച്ചവൻ എന്ന ഒറ്റ വാക്ക്. വാക്കുപാലിച്ചവൻ എന്ന ഒറ്റ വാക്ക്. വാക്കുപാലിച്ചവൻ എന്ന ഒറ്റ വാക്ക്. അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ, കഠിനാധ്വാനം ചെയ്യാൻ ഞാൻ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം മുതൽ നിങ്ങൾ വിശ്രമിക്കാതെ 6-ാം തീയതി കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യായിരുന്നു എന്ന് വിചാരിക്കരുത്. 5 കൊല്ലം മുമ്പ് നമുക്ക് ഒരു തെറ്റു പറ്റിയതാണ്. ഇനി നമുക്ക് അങ്ങനെ പറയാൻ സമയമില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഇത്ര നേരം ഇത്ര ദൂരം താണ്ടി ഇവിടെ കാത്തിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് നന്ദി എന്ന 2 അക്ഷരം കൊണ്ട് ഞാൻ കടപ്പാട് തീർക്കില്ല. നിങ്ങളാരെയും തല കുനിപ്പിക്കാതെ, നിങ്ങളാരെയും ലജ്ജിച്ച് തല താഴ്ത്താൻ അവസരം നൽകാതെ, കർമ്മം കൊണ്ട്, എൻ്റെ പ്രവർത്തനം കൊണ്ട് നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ തീർക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് UDF. PK ഫിറോസ് സാഹിബിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അമരക്കാരൻ ശ്രീ ഷാജി പച്ചേരി അവർ ക്ഷണിക്കും. പ്രിയപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണി സഹപ്രവർത്തകരെ, വേദിയിൽ സന്നിധരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6-ാം തീയതി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PK ഫിറോസ് അവർക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ താനൂരിന്റെ മണ്ണ് അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ മണ്ണാണ്. 2-ാം തീയതി അത് PKയുടെ മണ്ണായി മാറാൻ പോവുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ജയ് UDF. ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, യൂത്ത് UDFന്റെ നേതാക്കന്മാരെ, നമുക്ക് അനുവദിച്ച സമയം ഏകദേശം ആയിട്ടുണ്ട്. ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്.